ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2016 ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ സാക്രിഫൈസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ ഐലൻഡിലേക്ക് താമസം മാറുന്ന ഒരു ലേഡി ഡോക്ടറും അവരുടെ ഭർത്താവും ആ ഒരു ദ്വീപിലേക്ക് ചെന്നതിന് ശേഷം അവിടെ നടക്കുന്ന ഒരുപാട് വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ, ആ ഒരു വീട്ടിൽ ഇവർ താമസിക്കുന്ന വീടിന്റെ പൂന്തോട്ടത്തിൽ നിന്നും ഇവർക്കൊരു പെൺകുട്ടിയുടെ ശരീരം കിട്ടുന്നു. അവിടെ നിന്നും തുടങ്ങുന്ന കഥയാണ് പിന്നീട് ഈ ഒരു പെൺകുട്ടി മരിച്ചതിന്റെ കാരണം തേടി ഹീറോയിൻ പോകുമ്പോൾ ഓരോ നിമിഷവും നമ്മളെ ട്വിസ്റ്റ് കൊണ്ട് ത്രില്ലടിപ്പിക്കുന്ന മൂവി. ആരാണ് ആ ഒരു പെൺകുട്ടി, അവളെ ആരാണ് കൊന്നത്, എത്ര വർഷം മുന്നെയാണ് കൊന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഹീറോയിൻ ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് പോകുമ്പോൾ ഓരോ ടെസ്റ്റുകളായിട്ട് നമുക്കിങ്ങനെ റിവീൽ ആയിക്കൊണ്ടേയിരിക്കും. അതെല്ലാം എന്താണ്, അതേപോലെ തന്നെ ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സിൽ ഒരു ഒന്നൊന്നര ടെസ്റ്റിംഗ് ഇട്ട് തരും. അതെന്താണ് എന്നെല്ലാം നമുക്ക് ഈ ഒരു മൂവി കണ്ടു തന്നെ മനസ്സിലാക്കാം. അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരു ആശുപത്രിക്കുള്ളിലെ പ്രസവ വേദന കാരണം നല്ല രീതിയിൽ കരയുന്ന ഒരു സ്ത്രീ, അവർ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേഡി ഡോക്ടർ വരുന്നു. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ടോറ ഹാമിൽട്ടൺ. അങ്ങനെ ഹീറോയിൻ ആയാലും ആ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് വരുമ്പോൾ ബ്ലഡ് നല്ലതുപോലെ വരുന്നുണ്ട്. അവിടെയാണ് മറ്റൊരു കാര്യം, ഈ ഒരു ബ്ലഡ് വരുന്നത് ബെഡിൽ കിടക്കുന്ന ആ ഒരു പെണ്ണിനല്ല, അത് നമ്മുടെ ഹീറോയിനാണ്. ഇതിനുള്ള കാരണം എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു സീൻ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് 3 മാസങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹീറോയിനും അവളുടെ ഭർത്താവ്, അവനാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ, അവന്റെ പേര് ഡിങ്കൻ അല്ല ഡങ്കൻ. ഇനിയാണ് ഹീറോയിന് ഹോസ്പിറ്റലിൽ വെച്ച് ആ ഒരു ബ്ലഡ് വരാനുള്ള കാരണം. ആ ഒരു സമയത്ത് ഹീറോയിൻ പ്രഗ്നന്റ് ആയിരുന്നു. അതുമല്ല, അപ്പോഴാണെങ്കിൽ ഹീറോയിന് അബോഷനായി, അതുകൊണ്ടാണ് ഈ ഒരു ബ്ലഡ് വന്നത്. ഈ ഒരു കാര്യം ഇത് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. ഇതിന് മുന്നേ തന്നെ 2-3 തവണ അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഒരു കുട്ടിക്ക് ജന്മം നൽകണമെന്ന് ഹീറോയിന് അത്രയും ആഗ്രഹമുണ്ട്. ഹീറോയിന് മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾക്കും അത് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹീറോയിനും. പക്ഷേ ഇപ്പോൾ അവൾക്കൊരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതും ഇപ്പോൾ ഇവർ രണ്ടുപേരും വന്നിരിക്കുന്ന ആ ഒരു ദ്വീപുണ്ടല്ലോ, അത് ഹീറോ കുട്ടിക്കാലം മുതൽ തന്നെ ജനിച്ചു വളർന്ന ഒരു ദ്വീപാണ്. ഇപ്പോൾ ഹീറോ ആയാലും ഹീറോയിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ ഒരു കുട്ടികളെ ദത്തെടുക്കുന്ന വലിയൊരു സെന്റർ ഉണ്ട്. അങ്ങനെ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഐലൻഡിലേക്ക് ഹീറോ അവളെയും കൊണ്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ഒരു ദ്വീപല്ല ഇങ്ങനെ ചുറ്റിക്കാണുന്ന സമയത്ത് ഈ ദ്വീപിന്റെ പല ഭാഗങ്ങളിലും ഈ കല്ലുണ്ടല്ലോ, അതില് മനസ്സിലാവാത്ത ഭാഷയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് ഹീറോയോട് ചോദിക്കുമ്പോൾ അത് ഈ ഒരു ഐലൻഡിലെ പഴയ ലാംഗ്വേജ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അത് എന്താണെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഒരു ഉയരമുള്ള ഭാഗത്തേക്ക് ഹീറോയിനെ കൊണ്ടുപോയി കുറെ ദൂരെയായിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത്, ദേ അവിടെ നിന്നാണ് നമ്മൾ കുട്ടിയെ ദത്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു കാര്യമെല്ലാം കാണിച്ച് ഇപ്പോൾ ഹീറോയിൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ തന്റെ ജോലി വിടാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐലൻഡിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഹീറോയിൻ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറാണ്. അതുമല്ല, നമ്മുടെ ഹീറോയുടെ അച്ഛനാണെങ്കിലും ഈ ഒരു ദ്വീപിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിന് പെട്ടെന്ന് തന്നെ അവിടെ ജോലി കിട്ടും. അങ്ങനെ തന്റെ റൂമിലേക്ക് ഹീറോയിനെ കൊണ്ടിങ്ങനെ കാണിക്കുന്നതും അവൾ ആ ഒരു റൂമിൽ നിന്നും ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ദന്തൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു മുറിയും കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പല്ലിളക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഹീറോയിനായാലും തന്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും ഹീറോയുടെ അച്ഛനും അമ്മയും കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോവാണ്. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഹീറോയുടെ അച്ഛനാണെങ്കിൽ ഈ ഒരു ഐലൻഡിൽ അറിയപ്പെടുന്ന ഒരാളാണെന്ന്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു ദ്വീപിലേക്ക് വന്ന ഹീറോയിന് പെട്ടെന്ന് തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയത്. ഇവർ ആ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ കാരണം ഹീറോയുടെ അച്ഛനാണ്. അതേപോലെ തന്നെ ഇവർക്ക് താമസിക്കാനായിട്ടുള്ള ആ ഒരു വീട് കൊടുത്തതും ഇയാൾ തന്നെയാണ്. അങ്ങനെ അതിനെല്ലാം ഹീറോയിൻ ആ ഒരു അപ്പൂപ്പനോടായാലും നന്ദിയെല്ലാം പറഞ്ഞ് ഇപ്പോൾ ഇവർ കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയുടെ അമ്മ പെട്ടെന്ന് ഹീറോയിനെ ബാ നിനക്ക് ഞാൻ വീടെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ ഹീറോയോട് പറയുന്നുണ്ട്, ദേ ഞാൻ പോയ ഉടനെ ഫുഡ് കൺട്രോൾ ഇല്ലാതെ കഴിക്കരുത്, മധുരമൊക്കെ കുറച്ച് കഴിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഹീറോ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഹീറോയുടെ അച്ഛൻ ഒരിക്കലും അറിയത്തില്ല. അങ്ങനെ റൂം കാണിക്കാനായിട്ട് കൊണ്ടു ചെല്ലുന്ന സമയത്താണ് അവിടെ ഒരു ഡ്രോയിങ് ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് ഒരു ലേഡിയുടെ. അത് വേറെ ആരുമല്ല, ഹീറോയുടെ അമ്മയാണ്. ഹീറോ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അവർ മരണപ്പെട്ടു. അതുമല്ല, ആ ഒരു ഫോട്ടോ ഇരിക്കുന്നതിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ലൈബ്രറി പോലെ ഒരു മുറിയുണ്ട്. അത് ഹീറോയുടെ അച്ഛന്റെ സ്റ്റഡി റൂമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യമെല്ലാം ഹീറോയിന് ആ ഒരു അമ്മൂമ്മയായാലും തുറന്നിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ആ ഒരു റൂം ഇപ്പൊ അടച്ച് അവിടുത്തെ കീ ഉണ്ടല്ലോ, അത് അടുത്ത് ഒരുപാട് കീ അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിനിടയിലായിട്ട് ഇങ്ങനെ തൂക്കിയിടുന്നു. അത് കഴിഞ്ഞിപ്പോ കാണിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ബോട്ടില് നേരത്തെ കുട്ടികളെ ദത്തെടുക്കാന്നും പറഞ്ഞിട്ടൊരു ചെറിയ ദ്വീപ് കാണിച്ചിരുന്നല്ലോ, അവിടേക്ക് ഇങ്ങനെ പോവാണ്.
അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആൾറെഡി ജനിച്ച കുഞ്ഞുങ്ങളെല്ലാം ഇവർക്ക് ദത്തെടുത്ത് കൊടുക്കുന്നത്. ആ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു അമ്മയുണ്ടല്ലോ, അവരവിടെ ഉണ്ടാവും. അവരായിട്ട് പ്രസവിച്ചതിന് ശേഷമാണ് ആ ഒരു കുഞ്ഞിനെ ഇവിടെ കൊടുത്തിട്ട് അവർ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഇവർക്കൊരു പക്ഷെ ആ ഒരു കുഞ്ഞിനെ നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അവരിവിടെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെയുള്ള ആ ഒരു മാനേജർ ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരോടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അതുമല്ല, ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ടുള്ള കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി ഒരു വക്കീലിനെ കാണാണ്. അപ്പൊ ആ ഒരു വക്കീൽ പറയും, നിങ്ങൾക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് 12 മാസം എടുക്കും. എന്ന് വെച്ചാൽ 1 വർഷം. ഈ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ഒരു ദ്വീപിൽ ഒരു ജോലി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അതും ഈ ഒരു ഐലൻഡിൽ തന്നെ നിങ്ങൾ റെഡിയാക്കണം. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു വക്കീൽ ഇവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. ആ ഒരു സമയത്താണ് വക്കീലിന്റെ 3 വയസ്സുള്ള മകന്റെ ഫോട്ടോ അവിടെ ടേബിളിൽ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ഇത് നിങ്ങളുടെ മകനാണെന്ന് ചോദിക്കുമ്പോൾ, അതെ, നിങ്ങൾ ഏത് സെന്ററിൽ നിന്നാണോ കുട്ടിയെ ദത്തെടുക്കാൻ പോകുന്നത് ആ ഒരു സെന്ററിൽ നിന്ന് തന്നെയാണ് ഇവനെയും ഞാൻ ദത്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് ചെറിയ രീതിയിൽ ഷോക്കാവും. എന്താണെന്ന് വെച്ചാല് ആ ഒരു കുട്ടിയെ കാണാനായിട്ട് ഈ ഒരു വക്കീലിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം അയാളുടെ കണ്ണ് പോലെ തന്നെയാണ് ഈ ഒരു കുട്ടിയുടെ കണ്ണ്. ഓക്കെ, എന്തൊക്കെ തന്നെ ആവട്ടെ, അയാൾ പറഞ്ഞ ആ ഒരു നിയമങ്ങളെല്ലാം അതുപോലെ തന്നെ പാലിക്കാമെന്ന് പറഞ്ഞ് അവർ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവും. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ജോലിക്ക് വെളിയിലേക്ക് പോകുന്ന സമയത്ത് ഹീറോയിൻ പെട്ടെന്ന് ഈ ഒരു വീടിന് വെളിയിലേക്ക് വരുന്ന സമയത്താണ് വീടിന് വെളിയിലായിട്ട് ഒരു കുതിര ചത്തിങ്ങനെ കിടക്കുന്നു. എന്തായാലും പാവ ഒരു കുതിരയാണ്. ആരെങ്കിലും വിളിച്ചിട്ട് ഇതിനെ ഇവിടെ നിന്ന് മാറ്റാന്നുള്ള രീതിയിൽ ഹീറോയിൻ ഒരുപാട് പേരെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. അത് എടുത്തുകൊണ്ട് വന്ന് അവിടെയുള്ള ആ ഒരു മണ്ണെല്ലാം നീക്കിയിട്ട് ഈ ഒരു കുതിരയെ സ്വന്തമായിട്ട് തന്നെ കുഴിച്ചിടാം, ഇനിയിപ്പോൾ ആരുടെ സഹായമൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അവിടെ ഒരു കുഴി എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഴിയെടുത്ത് കുറച്ച് ആഴത്തിൽ പോകുമ്പോഴത്തേക്കും ഈ ഒരു മെഷീനില് അതിന്റെ ആ ഒരു കോരിയില് തുണിയെല്ലാം കയറി വരുന്നു. ഇതിപ്പോ ഇവിടുന്ന് ഈ ഒരു തുണിയും കാര്യങ്ങളെല്ലാം എന്താണെന്ന് അറിയാൻ വേണ്ടി പതിയെ ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ കൈകൊണ്ട് തോണ്ടി മാറ്റുന്നതും അവിടെയാണ് ഒരു ടെസ്റ്റ്. ആ ഒരു കുഴിയില് ഒരു മനുഷ്യന്റെ കാല് കാണുന്നു. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടേക്ക് പോലീസ് വരുന്നു. അങ്ങനെ പോലീസ് ഇവിടേക്ക് വരുമ്പോൾ തന്നെ സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ നേരത്തെ തന്നെ ഈ ഒരു ബോഡി പുറത്തെടുത്ത് ആദ്യ പരിശോധന കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു. അതുമല്ല, ഇപ്പോൾ ആ ഒരു ഡോക്ടറിന് കിട്ടിയ ശരീരം ചതഞ്ഞു പോയിട്ടുണ്ട്. എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ് കുഴിച്ചിട്ടതെന്ന് അറിയത്തില്ല. കൂടാതെ ഇതൊരു പെണ്ണിന്റെ ശരീരമാണ്. 30 തൊട്ട് ഏകദേശം ഒരു 35 വയസ്സ് പ്രായം ഉണ്ടാവാം. അതുമല്ല, ആ ഒരു പെണ്ണിന്റെ മുതുകു ഭാഗത്താണെങ്കിൽ കത്തി കൊണ്ട് എന്തോ ഒരു സിമ്പല് വരച്ചു വെച്ചിട്ടുണ്ട്. അതുമല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ഈ ഒരു പെണ്ണ് കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാല് ആ ഒരു പെണ്ണിന്റെ നെഞ്ച് തുരന്ന് ഹൃദയം പുറത്തെടുത്ത് അങ്ങനെ ബോഡി തിരിച്ചിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണിന്റെ ശരീരത്തില് ഈ മാറിടുണ്ടല്ലോ അങ്ങനെ ഒരു ഭാഗം പോലുമില്ല. അപ്പൊ ഇതെല്ലാം കാണുന്ന നമ്മുടെ ഹീറോയിനായാലും നല്ല സംശയമുണ്ട്, ഏത് കിറുക്കനാണോ എന്തോ ഈ ഒരു രീതിയിൽ ഈ ഒരു പെണ്ണിനെ കൊന്നിട്ടുള്ളത്. കാരണം ഈ മാറിടെല്ലാം കട്ട് ചെയ്തെടുത്ത് ഹൃദയമെല്ലാം പുറത്തെടുത്ത് കൊല്ലുന്ന ഒരു കിറുക്ക് സൈക്കോ അവൻ ആരായിരിക്കും? ആ ഒരു സംശയം കാരണം ഈ ഒരു കേസിനെ പറ്റി എന്തായാലും അറിയാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ജോലി ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ആ ഒരു ബോഡി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആ ഒരു റൂമിലേക്ക് ഹീറോയിൻ ചെന്ന് നോക്കുമ്പോൾ ഈ ശരീരഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓരോ പാർട്സും പ്രത്യേകം ഫോട്ടോ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറോയിൻ ഇതെല്ലാം നോക്കുന്ന സമയത്ത് തന്നെ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടറും അതേപോലെ തന്നെ ആ ഒരു ലേഡി ഓഫീസറും അകത്തേക്ക് കയറി വരുമ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ഇവർക്ക് ഒരു 1-1.5 ടെസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇവിടെ ഒട്ടിച്ചിരുന്ന ആ ഒരു ഫോട്ടോ എല്ലാം കണ്ടിട്ട് ഹീറോയിൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെണ്ണ് മരിക്കുന്നതിന് മുന്നേ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്. അതുമല്ല, ആ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം 5 മുതൽ 10 ദിവസം ഇതിനുള്ളിലാണ് ആ ഒരു പെണ്ണിനെ കൊന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം സത്യമാണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു ഡോക്ടറാണെങ്കിലും ബോഡി പരിശോധിച്ച് നോക്കുമ്പോൾ അത് സത്യം തന്നെയാണ്. അതുമല്ലാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെണ്ണ് ജീവനോടെ ഉള്ളപ്പോൾ തന്നെയാണ് അവളുടെ ഹൃദയം ശരീരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ മറ്റാർക്കെങ്കിലും ഇതുപോലെ ഈ ഒരു ഓർഗൻ ആവശ്യമായിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം എന്ന് ചിന്തിച്ചാലും ഇപ്പോൾ ഒരാൾക്ക് ഹാർട്ട് ആവശ്യമായിട്ട് അത് നല്ല പെർഫെക്റ്റ് ആയിട്ടല്ലേ കട്ട് ചെയ്തെടുക്കത്തുള്ളൂ. പക്ഷെ ഇത് കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ചന്ന ഭിന്ന എന്നുള്ള രീതിയിലാണ് ഹാർട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിന് വേണ്ടിയിട്ടല്ല ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്. അപ്പോഴേക്കാണ് ആ ഒരു ഡോക്ടർ സ്റ്റീഫൻ ഉണ്ടല്ലോ പുള്ളി ഒരു കാര്യം പറയുന്നത്. ഈ ഒരു ഐലൻഡില് കുറേ വർഷങ്ങൾക്ക് മുന്നേ എന്തോ ഒരു ചടങ്ങെന്നുള്ള പേരില് സ്ത്രീകളെ കൊന്ന് അവരുടെ ഹൃദയം കട്ട് ചെയ്തെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവര് പറയും, ഓക്കെ, നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് അത് നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെണ്ണിന്റെ ശരീരം മണ്ണോട് മണ്ണ് ചേർന്ന് ഇപ്പോൾ നമുക്ക് അസ്ഥി മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ഫുൾ ബോഡിയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മുടെ ലേഡി ഓഫീസർ പറയുമ്പോൾ ആ ഒരു ഡോക്ടർ പറയും, അതാണ് ഈ ഒരു ഐലൻഡിന്റെ പ്രത്യേകത. ഈ ഒരു മണ്ണ് തോണ്ടുമ്പോൾ അതിന് മുകളിൽ ഒരു പ്രത്യേകത ചെടി ഉണ്ടായിരുന്നത് കണ്ടില്ലേ? ആ ഒരു ചെടി ബാക്ടീരിയ ഈ ശരീരം ഒന്നും നശിപ്പിക്കാത്ത രീതിയിൽ വളരുന്നൊരു ചെടിയാണ്. അതുകൊണ്ടായിരിക്കും ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ ഒരു ശരീരം കേടാകാതെ ഇതിനകത്തുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു പേര് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്.
1950 കാലഘട്ടങ്ങളിലെ സ്കോട്ട്ലാൻഡിലെ ഇതുപോലൊരു ശരീരം മണ്ണിനടിയിൽ നിന്നും കണ്ടെടുത്തിരുന്നു. ആ ഒരു ബോഡി പുറത്തെടുത്തപ്പോഴത്തേക്കും അവർ വിചാരിച്ചിരുന്നത് ഈ ഇടയ്ക്ക് നടന്ന ഏതോ ഒരു കൊലപാതകമാണെന്നാണ്. പക്ഷേ ബോഡി പരിശോധിച്ചതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് അത് 5th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഒരു ശരീരമായിരുന്നെന്ന്. അതുപോലെ ആയിരിക്കും ഈ ഒരു പെണ്ണിന്റെ ശരീരവും ഏതോ ഒരു കാലഘട്ടത്തിലേക്ക് കുഴിച്ചിട്ട് ഇപ്പോഴാണ് നമുക്ക് ആ ഒരു ബോഡി ഫ്രഷ് ആയിട്ട് അതുപോലെ തന്നെ കിട്ടിയത് എന്ന് സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടർ പറയുന്നതും ഈ ഒരു കാര്യം സത്യമാണോ അല്ലയെന്ന് അറിയാൻ വേണ്ടി ഹീറോയിൻ അത് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അത് സത്യം തന്നെയാണ്. ഈ ഒരു കാര്യം നമ്മൾ ഈ ഇടയ്ക്ക് ചെയ്ത ഒരു മൂവിയിലും ഉണ്ടായിരുന്നു. ആ ഒരു മൂവിയിൽ ഇതുപോലൊരു ബോഡി ഒരു ചതുപ്പ് നിലം പോലെയുള്ള സ്ഥലത്ത് കുഴിച്ചിട്ടിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടും അത് അഴുകാതെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു മൂവി നമ്മൾ ചെയ്തിട്ടുണ്ട്. ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ പേര് ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, അതുകൊണ്ട് എന്തായാലും ഈ ഒരു കേസിന്റെ പുറകെ പോകണ്ട. ഇതൊരു സാധാരണ വിഷയമാണെന്നും പറഞ്ഞ ആ ഒരു കേസിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാതെ ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഇപ്പോ പഴയ കേടായിപ്പോയ മരത്തടികളെല്ലാം ഈ ഒരു ബേസ്മെന്റിലേക്ക് കൊണ്ടിടുന്നു. അല്ല, ഇതെന്തു പറ്റി, എന്താ ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ഐലൻഡില് വെള്ളം കയറിയിട്ട് ഒരുപാട് നാള് വെള്ളം കൊണ്ട് നിറഞ്ഞിടക്കുമായിരുന്നു. അതിൽ ഈ ഒരു മരത്തടിയെല്ലാം കേടായിപ്പോയി, അതാണ് ഇങ്ങനെ പറക്കിയിടുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല നിങ്ങൾ എന്തായി പറയുന്നേ? 3 വർഷങ്ങൾക്ക് മുന്നേ വെള്ളം വന്ന് 3 ദിവസം ഈ ഒരു ഐലൻഡ് വെള്ളത്തിൽ മുങ്ങി കിടക്കുമായിരുന്നു. ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതും ഹീറോയിൻ ഇപ്പോൾ എന്തോ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നേരെ ആ ഒരു ലേഡി ഓഫീസറിനെ കാണാനായിട്ട് പോവാണ്. എന്നിട്ടാണ് അവരോട് പറയുന്നത്, ഇപ്പൊ സ്റ്റീഫൻ പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ ഒരു ശരീരം കേടുകൂടാതെ മണ്ണിനടിയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിലും അത് സാധാരണ നിലയിലാണ് സംഭവിക്കുന്നത്. പക്ഷെ 3 വർഷങ്ങൾക്ക് മുന്നേ ഒരു 3 ദിവസം ഈ ഒരു ദ്വീപ് വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ ആ ഒരു ബോഡി സംരക്ഷിക്കുന്ന ആ ഒരു ചെടിയുണ്ടല്ലോ, അത് അഴുകി പോകത്തില്ലേ? പിന്നെ എങ്ങനെ ഈ ഒരു ബോഡി ഇത്രയും നാള് ഒരു കുഴപ്പമില്ലാതെ കിടന്നു? അങ്ങനെയാണെങ്കിലേ ഈ ഒരു ഐലൻഡില് വെള്ളം വന്നതിന് ശേഷമാണ് നമുക്ക് കിട്ടിയ ആ ഒരു ശരീരം ഉണ്ടല്ലോ അത് ഈ ഒരു ഐലൻഡിൽ കുഴിച്ചിട്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ ഈ ഒരു ഇൻസ്പെക്ടറിനോട് പറയുമ്പോഴത്തേക്കാണ് കാശ്മീരിലെ ഡ്രസ്സ് വിൽക്കാൻ നിൽക്കുന്ന അപ്പൂപ്പനെ പോലെ ഇരിക്കുന്ന നമ്മുടെ ഇൻസ്പെക്ടർ ഈ ഒരു കാര്യം ഒരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല. അപ്പോ ഹീറോയിൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എടാ അപ്പൂപ്പൻ താടി, സ്റ്റീഫൻ പറഞ്ഞതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ദ്വീപിലെ സ്ത്രീകളെ കൊന്ന് അവരുടെ ഹൃദയം കട്ട് ചെയ്തെടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ചടങ്ങ് അതുപോലെ തന്നെ നടത്തുന്ന ആരെങ്കിലും ഇപ്പോഴും ഈ ഒരു ദ്വീപിലുണ്ടെങ്കിലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ടും ആ ഒരു വാർഡുവൻ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, 70 കാല വസന്തം, ഇങ്ങേർക്ക് പറഞ്ഞിട്ട് ഒന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ മുഖം കാണുമ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കാൻ തോന്നും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ വീട്ടിലേക്ക് വന്ന് അടുത്ത ദിവസം ഇപ്പൊ ജോലിക്ക് പോകാനായിട്ട് വരുമ്പോൾ അവളുടെ ബൂട്ടിൽ നിറയെ മണ്ണുണ്ട്, അത് തട്ടിക്കളയാന്നും പറഞ്ഞ് താഴേക്ക് തട്ടുന്ന സമയത്താണ് അവളുടെ ബൂട്ടിനടിയിലായിട്ട് ഒരു മോതിരം ഇങ്ങനെ പറ്റിയിരുന്നിരുന്നു. ഇതിപ്പോ എവിടെ നിന്നാണെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ആ ഒരു ബോഡി കണ്ടുപിടിച്ചല്ലോ, അവിടെ ഈ ഒരു ബൂട്ടിട്ടിട്ടാണ് നടന്നിരുന്നത്. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഒരു മോതിരമാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ ഈ ഒരു മോതിരം കൊണ്ട് നേരെ ഹീറോയിൻ ആ ഒരു ലേഡി ഓഫീസർ ഉണ്ടല്ലോ അവരുടെ കയ്യിൽ കൊടുക്കും. അപ്പൊ ആ ഒരു മോതിരത്തിലാണെങ്കിലേ മോതിരത്തിലെ ZMJH എന്ന് പറഞ്ഞിട്ട് അക്ഷരങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഐലൻഡിലുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് അവിടെയുള്ള എല്ലാവരുടെയും പേര് വെച്ച് ഇതിൽ കൊത്തിരിക്കുന്ന ആ ഒരു പേര് ആരുടേതാണെന്ന് ഇവർ കണ്ടുപിടിക്കും. അതിൽ ZM എന്ന് പറയുന്നത് സോം നെക്ലാസിയോ എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ പേരാണ്. JH എന്ന് പറയുന്നത് ജോൺ ഹോവിക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ദ്വീപിലെ കൗൺസിലറുടെ പേരാണ്. അതുമല്ല, കൗൺസിലറിന്റെ ഭാര്യയാണെങ്കിൽ ഇപ്പൊ ജീവനോടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ശരീരം സോം നെക്ലാസിയോ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ ശരീരമായിരിക്കണം. അതുമല്ല, ഞാൻ ഗസ് ചെയ്യുന്നത് പോലെയാണെങ്കിൽ ആ ഒരു പെണ്ണ് മരിക്കുന്നതിന് മുന്നേ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്. ആ ഒരു കുട്ടി ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിന് 3 വയസ്സ് പ്രായം ഉണ്ടാവും. അതുമല്ല, ആ ഒരു കൗൺസിലറിനാണെങ്കിലും 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ കൗൺസിലർ തന്നെയായിരിക്കും തന്റെ ഭാര്യയെ കൊന്ന് അവിടെ കുഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും അന്വേഷിക്കാനായിട്ട് നമ്മുടെ മരത്തലയൻ ഇൻസ്പെക്ടർ അടുത്തുള്ള ആ ഒരു സമയത്ത് തന്നെ ഹീറോയിൻ ആ ഒരു ലേഡി ഓഫീസറിനോട് ഇങ്ങനെ പറയാണ്, ഇങ്ങനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഓക്കെ, ഇതോടെ നമ്മുടെ ഹീറോയിൻ അവസാനിപ്പിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. ആ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ കത്തി കൊണ്ട് എന്തോ ഒരു സിമ്പൽ വരച്ചു വെച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു സിമ്പൽ ഇപ്പോൾ ഒരു പേപ്പറിൽ വരച്ചിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ചീഫ് ആയിട്ടുള്ള ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ പുള്ളിക്കാരനകത്തേക്ക് വരുന്നത്. ഹീറോയിൻ പെട്ടെന്ന് കമ്പ്യൂട്ടർ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യും. അപ്പോഴേക്കും അയാൾ പതിയെ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് ഒരു വില്ലനെ പോലെ തന്നെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. എന്തു പറ്റി മേഡം എന്നും പറഞ്ഞ് ഹീറോയിന്റെ ഷോൾഡറിലേക്ക് കൈവയ്ക്കുന്നതും കറക്റ്റ് സമയത്ത് ഹീറോ ഉണ്ടല്ലോ ഡങ്കൻ അവനകത്തേക്ക് വരികയാണ്. ഈ പേര് കേട്ടതിന് ശേഷം പിന്നെ ഡിങ്കൻ എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പൊ ഹീറോ വന്ന് നോക്കുന്ന നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി, എടാ കാട്ടുകുരങ്ങ് ഡോക്ടറെ, എന്റെ ഭാര്യയുടെ ദേഹത്ത് നിന്ന് കൈയെടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഹീറോയിനെയും വിളിച്ച് കഴിക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. ഇപ്പൊ ഇവര് രണ്ടുപേരും റൂമിൽ നിന്ന് പോകുന്നതും ആ ഒരു ഡോക്ടർ ഹീറോയിൻ എന്താണോ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആ ഒരു കാര്യം കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് അത് കാണുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ കഴിക്കാൻ പോയ നമ്മുടെ ഹീറോയിനും ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ഹീറോയിൻ വരച്ച ആ ഒരു സിമ്പൽ ഉണ്ടല്ലോ അത് അവൾ ഇവിടേക്ക് കൊണ്ടുവന്ന് അവളുടെ കയ്യിലാണ് ആ ഒരു പേപ്പർ ഇരിക്കുന്നത്. അതെടുത്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അടുത്തേക്ക് വന്ന ഒരു താടിക്കാരനപ്പൂവം പെട്ടെന്ന് ഈ ഒരു സിമ്പൽ കണ്ടിട്ട്, ഈ സിമ്പലോ, ഇത് ട്രോസീസ് യൂസ് ചെയ്യുന്ന സിമ്പലാണല്ലോ,
എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു ബാർ നടത്തുന്ന അയാള് അത് പറയാനായിട്ട് സമ്മതിക്കുന്നില്ല അയാളെ. അയാളായാലും ഈ ഒരു കുടിയനോട് ഹേയ് ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് അയാളെ വെളിയിലേക്ക് പറഞ്ഞു വിടുകയാണ് നിർബന്ധിച്ച്. അപ്പോൾ ഹീറോയും പറയും ഹേയ് ഇല്ല കുഴപ്പമില്ല, അതേ അവിടെ നിൽക്കട്ടെ, എന്തൊരു കാര്യം പറയാൻ വന്നു എന്ന് പറയുമ്പോൾ ആ ബാർ നടത്തുന്ന അയാൾ സമ്മതിക്കുന്നില്ല. നിർബന്ധിച്ച് അയാളെ പറഞ്ഞു വിടുമ്പോഴത്തേക്കും ഇപ്പോൾ ഹീറോയിന് ട്രോ എന്ന് പറഞ്ഞൊരു വാക്ക് മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐലൻഡില് മുന്നേ ഉണ്ടായിരുന്നത് ഹീറോയുടെ അച്ഛനാണ്. അതുകൊണ്ട് അയാളോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് അപ്പൂപ്പനോട് ചെന്നിട്ട് ഈ ഒരു സിമ്പലിനെ പറ്റി ട്രോ എന്ന് പറഞ്ഞ ആ ഒരു വാക്കിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും അപ്പൂപ്പൻ പറയും ഇത് ഈ ഒരു ദ്വീപിലെ പഴയകാല ഒരു വാക്കാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല എന്ന് അയാൾ ഇങ്ങനെ പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിൻ ജോലി ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ ലേഡി ഓഫീസർ ചെക്കപ്പിനായിട്ട് വരികയാണ്. അപ്പോഴാണ് ഹീറോയിന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്, ആ ഒരു ലേഡി ഓഫീസർ 6 മാസം പ്രഗ്നന്റ് ആണെന്ന്. അങ്ങനെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഹീറോയിൻ ചോദിക്കും ആ ഒരു കൗൺസിലറിനെ പോയി കാണാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതെന്തായെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ഞാൻ പോയിരുന്നു. അവിടെ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു അതൊരിക്കലും അവരുടെ സ്വന്തം കുഞ്ഞല്ലാന്ന്. അയാളുടെ ഭാര്യ മരിച്ചതിന് ശേഷം ആ ഒരു കുട്ടിയെ അയാൾ ദത്തെടുക്കുമായിരുന്നു. അതുമല്ല നിനക്ക് കിട്ടിയൊരു മോതിരം എനിക്ക് തന്നല്ലോ, ആ ഒരു മോതിരവും അയാളുടെ ഭാര്യയുടേതല്ല എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അതുമല്ല ഈ ഒരു ഐലൻഡിലാണെങ്കിലും വർഷാവർഷം 1000-ൽ പുറത്ത് ടൂറിസ്റ്റുകളാണ് വരുന്നത്. ഒരുപക്ഷെ ഈ ഒരു മോതിരം ചിലപ്പോൾ അവരുടേതാണെങ്കിലോ, ചിലപ്പോ അവരിൽ ആരെങ്കിലും ഒരാളുടേതാണെങ്കിലോ. പിന്നെ നീ മറ്റൊരു കാര്യം കൂടി പറഞ്ഞല്ലോ, 3 വർഷങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷത്തിനകത്താണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളതെന്ന്. അങ്ങനെ ഞാൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ബോഡിയുടെ ഹൈറ്റിലും വെയിറ്റിലും അതുപോലെ ഒരു പെൺകുട്ടിയെ കാണാതായെന്നും പറഞ്ഞ് ഒരു കേസും ഈ ഒരു ഐലൻഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ആ ഒരു ശരീരം ആരുടേതാണെന്ന് കൺഫേം ആയിട്ട് അറിയാതെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്തായാലും ഈ ഒരു കേസിന്റെ പുറകെ പോകണ്ട, നീ നിങ്ങളുടെ ജോലി തന്നെ നോക്കെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓഫീസർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും നമ്മുടെ ഹീറോയിനാണോ ഇത് വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല. ഇപ്പോൾ ബോഡി ആരുടേതാണെന്ന് കൺഫേം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഹീറോയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാലേ ദന്തൽ ഡിപ്പാർട്ട്മെന്റിലോ അതുപയോഗിച്ച് ഈ ശരീരം ആരുടേതാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നൈറ്റ് എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് പോയതിന് ശേഷം ബോഡി വെച്ചിരിക്കുന്ന ആ ഒരു മുറിക്കകത്തേക്ക് കയറിയിട്ട് ആ ഒരു ബോഡി എക്സാമിൻ ചെയ്ത ഫയൽസ് ഒക്കെ ഉണ്ടല്ലോ അതാരും അറിയാതെ വെളിയിലേക്ക് എടുത്ത് അതില് ഈ ദന്തൽ എക്സ്റേ ഉണ്ട് അതിങ്ങനെ എടുത്തു വെക്കും. ആ ഒരു സമയത്ത് സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടർ ഇപ്പോൾ അകത്തേക്ക് കയറി വരികയാണ്. പക്ഷെ ഹീറോയിൻ അവൻ കാണാതെ ഒരിടത്ത് ഒളിച്ചീനിരിക്കും. ഇപ്പൊ ഈ ഒരു വടുവൻ ഇതിനകത്തേക്ക് വെറുതെ അല്ല വന്നിട്ടുള്ളത്. അകത്തേക്ക് കയറിയ ഉടനെ തന്നെ ഹീറോയിൻ ഏത് ഫയലിൽ നിന്നാണോ ആ ഒരു ദന്തൽ എക്സ്റേ എടുത്തത് ആ ഒരു ഫയല് മൊത്തമായിട്ടും അവിടെ നിന്ന് എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നു. അങ്ങനെ ഇതെല്ലാം ഒളിച്ചിരുന്ന് കണ്ട ഹീറോയിൻ അവൻ പോയതിനു ശേഷം നേരെ തന്റെ റൂമിലേക്ക് വന്നിട്ട് ഈ ഒരു ഐലൻഡിൽ ഇതിനു മുന്നേ ഏതൊക്കെ സ്ത്രീകൾ മരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും ഈ ദന്തൽ റെക്കോർഡുകളുണ്ടല്ലോ അതെല്ലാം എടുത്തു വെച്ച് ഹീറോയിൻ എടുത്ത ആ ഒരു എക്സ്റേ ഏതായിട്ടും മാച്ച് ചെയ്യുന്നു എന്നിങ്ങനെ നോക്കാണ്. അതേ സമയം തന്നെ സ്റ്റീഫനെ കാണിക്കുമ്പോൾ സ്റ്റീഫൻ ആ ഒരു ഫയലും എടുത്ത് താഴേക്ക് വന്നല്ലോ. എന്നിട്ട് കാറിലിരിക്കുന്ന ആർക്കും ഒരാൾക്ക് ഈ ഒരു ഫയൽ കൊടുക്കുന്നുണ്ട്. അതാരാണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അയാളാണെങ്കിൽ അതും വാങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നു. അതേ സമയം ഉള്ളില് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഇവിടെ ഒരുപാട് നേരമായിട്ട് അതാരിലാണ് മാച്ച് ആവുന്നത് എന്നിങ്ങനെ നോക്കുകയാണല്ലോ. അവസാനം അതൊരാളിൽ മാച്ച് ആയിട്ടുണ്ട്. അതിപ്പോ ആരുടേതാണെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെയാണ് ഒരു ടെസ്റ്റ്. കിഴങ്ങ് കിട്ടാത്ത എലിയെ പോലെ മുഖം വെച്ചോണ്ടിരിക്കുന്ന നമ്മുടെ ഡോക്ടർ സ്റ്റീഫൻ ഉണ്ടല്ലോ അവന്റെ ഭാര്യയാണത്. അങ്ങനെ ഈ ഒരു കാര്യം കണ്ടുപിടിച്ച് ഹീറോയിൻ പെട്ടെന്ന് അടുത്തൊരു റൂമിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഓപ്പോസിറ്റ് റൂമിൽ നിന്നും ആരോ ഒരാൾ ഹീറോയിനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുന്നത് പോലെ. ഇതുകൂടി കാണുന്നതും ഹീറോയിൻ പെട്ടെന്ന് പേടിച്ച് തന്റെ റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിനെ ഓടുമ്പോഴത്തേക്കാണ് ഇവിടെ നോക്കുന്ന ആ ഒരാൾ വേറെ ആരുമല്ല, ഹീറോയിൻ കണ്ടുപിടിച്ച ആ ഒരു കാര്യം വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടി ഹീറോയിനെ കൊല്ലാൻ വന്ന ഒരാളാണ്. അങ്ങനെ ഹീറോയിനെ കൊല്ലാനായിട്ട് അയാൾ വരുമ്പോൾ ഹീറോയിൻ ആയാലും പേടിച്ച് ഈ ഒരു ബിൽഡിംഗ് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നതും ഈ കൊലയാളിയായിട്ടുള്ള അയാളുണ്ടല്ലോ അയാളുടെ കയ്യിൽ ഒരു ടാറ്റു നമ്മുടെ ഹീറോയിനെ ശ്രദ്ധിക്കും. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഹീറോയിൻ നേരെ ആ ഒരു ലേഡി ഓഫീസറുടെ അടുത്തേക്ക് ചെന്നിട്ട് കണ്ടുപിടിച്ച കാര്യം പറയുമ്പോഴത്തേക്കാണ് അവർ അടുത്തൊരു ടെസ്റ്റ് നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പെണ്ണിന്റെ ശരീരം വെച്ച് 3 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയിട്ട് ഒരു കുട്ടിക്ക് ജന്മം നൽകി. പക്ഷെ ഈ ഒരു ഡോക്ടറിന്റെ ഭാര്യയാണെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അവർക്ക് ക്യാൻസർ വന്നാണ് അവർ മരണപ്പെട്ടത്. അങ്ങനെ ക്യാൻസർ ഉള്ള ആ ഒരു ലേഡി ഒരിക്കലും ഒരു കുട്ടിക്ക് ജന്മം നൽകാനായിട്ട് ഒരു ചാൻസും ഇല്ല. പിന്നെ ഇങ്ങനെ ഹീറോയിൻ പറഞ്ഞത് ശരിയാവും. എന്നിരുന്നാലും ഇവരുടെ കയ്യിൽ തെളിവുണ്ടല്ലോ, 2 ഡെന്തൽ എക്സ്റേയും മാച്ച് ആവുന്നുണ്ട്. ഓക്കെ, എന്തോ ആവട്ടെ, ഇതെന്തായാലും നമുക്ക് ഇൻസ്പെക്ടറിനോട് പോയി പറയാം എന്ന് പറഞ്ഞ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോയിനും ആ ഒരു ഓഫീസറും ഇൻസ്പെക്ടറിനെ കാണാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഈ ഒരു കുട്ടിയെ ദത്തെടുക്കാനുള്ള ആ ഒരു നിയമങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തൊരു വക്കീലുണ്ടല്ലോ അങ്ങേരി ഇൻസ്പെക്ടറിന്റെ റൂമിലിരിക്കുന്നു. ഇവൻ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവർ സംസാരിക്കാൻ വരുന്ന ആ ഒരു കാര്യത്തെ തടയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നിട്ട് അവൻ പറയും, അല്ല ഹീറോയിൻ, നിങ്ങളുടെ വീട്ടിലെ തോട്ടത്തിൽ നിന്നും ഒരു ഡെഡ് ബോഡി കിട്ടിയാലോ? ഓക്കെ, അതെന്തോ ആവട്ടെ, അവരെ 30 ദിവസങ്ങൾക്ക് മുന്നേ കൊന്നോ അതോ 400 വർഷങ്ങൾക്ക് മുന്നേ കൊന്നോ അതൊന്നും നമുക്കിപ്പോൾ നോക്കണ്ട. പക്ഷെ അവരുടെ ദന്തൽ റെക്കോർഡും അതേപോലെ തന്നെ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടറിന്റെ ഭാര്യയുടെ
ദന്തൽ റെക്കോർഡും മാച്ചാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഷോക്ക് ആവുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ലേഡി ഓഫീസറിനോടല്ലാതെ ഈ ഒരു കാര്യം വേറെ ആരോടും ഹീറോയിൻ പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം നിനക്കെങ്ങനെ മനസ്സിലായെന്നുള്ള രീതിയിൽ ഹീറോയിൻ നോക്കുമ്പോൾ അവൻ പറയും, ഇതൊരു ചെറിയ ഐലൻഡിലാണ്, ഇവിടെ ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ തന്നെ അതെല്ലാവർക്കും അറിയാൻ കഴിയും. അപ്പോൾ ബാത്റൂമിൽ വല്ലതും പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ, അയ്യോ അങ്ങനെയാണെങ്കിൽ ഒന്ന് അറിഞ്ഞ് കക്കൂസി പോകാൻ പോലും കഴിയത്തില്ലല്ലോ, പിന്നെ പോയവനായിരിക്കും നാണക്കേട്. ഓക്കെ, അതെന്തോ ആവട്ടെ. അപ്പോഴേക്ക് ഈ ഒരു വക്കീൽ പറയും, നീ കണ്ടുപിടിച്ചത് എന്തോ ആവട്ടെ, അതിനെപ്പറ്റി ഇനി കൂടുതൽ അന്വേഷിക്കാൻ നിൽക്കേണ്ട. കാരണം സ്റ്റീഫന്റെ ഭാര്യ മരിച്ചത് ക്യാൻസർ വന്നിട്ടാണ്. 3 വർഷങ്ങൾക്ക് മുന്നേ അവർ മരണപ്പെട്ട് അവർക്ക് മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തുന്ന ആ ഒരു സമയം വരെയും ഞങ്ങൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മയിൽക്കുറ്റി പോലെ അനങ്ങാതിരിക്കുന്ന ഇൻസ്പെക്ടർ അല്ലേ, അങ്ങേരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് അവിടെ കുഴിച്ചിട്ട സ്റ്റീഫന്റെ ഭാര്യയുടെ ശരീരം പിന്നെ എങ്ങനെ നിന്റെ വീടിനടുത്തായിട്ട് കിട്ടും എന്ന് ലോജിക്കായിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ തിരിച്ചു ചോദിക്കും, അല്ല നിങ്ങളുടെ കൺമുന്നിൽ സ്റ്റീഫന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് കുഴിച്ചുമുടിയ ആ ഒരു ശരീരം സ്റ്റീഫന്റെ ഭാര്യയുടേതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പുണ്ട്? അപ്പോൾ ആ ഒരു വക്കീൽ പറയും, ആ ഒരു സമയത്താണ് എൻ്റെ ഭാര്യയെ മരിച്ചത്. അപ്പോൾ ഈ ഒരു ഐലൻഡിൽ തന്നെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയായിരുന്നു. ഞങ്ങളും ആ ഒരു വിഷമത്തിൽ നിന്നും ഇപ്പോഴാണ് പതിയെ ഒന്ന് പുറത്തേക്ക് വരുന്നത് തന്നെ. അത് വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ വക്കീൽ പറയുമ്പോഴത്തേക്കും ഹീറോയിൻ നേരെ ഈ ഒരു കാര്യം ഹീറോയെ വിളിച്ചിട്ട് ആ ഒരു വക്കീല് സ്റ്റീഫനെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റീഫൻ തന്നെയാണ് തന്റെ ഭാര്യയെ കൊന്നത് എന്നാണ് ഞാൻ സംശയിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, അല്ല നീ എന്താ ഈ പറയുന്നേ, എല്ലാവരുടെയും കൺമുന്നിൽ വെച്ചിട്ടാണ് അവരുടെ ശരീരം കുഴിച്ചു മൂടിയത്, പിന്നെ അത് തോണ്ടിയെടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് കൊണ്ട് കുഴിച്ചിടേണ്ട ആവശ്യം എന്താണ്? അതുമല്ല ആ ഒരു സ്ത്രീ ആണെങ്കിൽ സ്റ്റേജ് 4 ക്യാൻസറിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു കുട്ടിക്ക് ജന്മം കൊടുത്തു എന്ന് പറയാനായിട്ട് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു വിഷയം അങ്ങ് വിട്ടേക്ക്, എനിക്കിതൊന്ന് കേൾക്കാൻ സമയമില്ല, ഒരുപാട് ജോലിയുണ്ട് എന്നും പറഞ്ഞ് ഹീറോ ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഹീറോയിൻ ഈ ഒരു ഹോസ്പിറ്റലിലൂടെ നടക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ക്യാൻസർ പേഷ്യൻറ്റിനായിട്ടുള്ള ഒരു റൂമുണ്ട്, അവിടെ ഒരുപാട് ക്യാൻസർ പേഷ്യൻറ്റും ഉണ്ട്. അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ഒരു റൂമുണ്ട്, അവിടെ ഒരുപാട് ക്യാൻസർ പേഷ്യൻറ്റും ഉണ്ട്. അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ഒരു പെണ്ണ് ഈ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള തൻ്റെ അമ്മയെ കാണാനായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ആ ഒരു പെണ്ണ് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണിൻ്റെ അമ്മയാണെന്ന് പോലും അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ക്യാൻസർ വന്ന് വെയിറ്റ് എല്ലാം പോയിട്ട് അടയാളം തന്നെ മാറിപ്പോയി. അപ്പോൾ ഈ ഒരു കാര്യം ഹീറോയിൻ കാണുന്നതും ഹീറോയിൻ ഇപ്പോൾ പുതിയൊരു കാര്യം കിട്ടി, ഇതൊരിക്കലും അവസാനിക്കത്തില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ നമ്മുടെ ലേഡി ഓഫീസർ ഉണ്ടല്ലോ, പുള്ളിക്കാരിയെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഓക്കെ ഇവരെല്ലാവരും പറയുന്നത് പോലെ സ്റ്റീഫന്റെ ഭാര്യയ്ക്ക് 3 വർഷങ്ങൾക്ക് മുന്നേ ക്യാൻസർ ആയിരുന്നു, അത് കാരണം അവർ മരണപ്പെട്ടു, എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരെ അടക്കം ചെയ്തു എന്നും പറയുന്നു. ഇതിലിപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ, എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് കുഴിച്ചു മൂടിയ ആ ഒരു ശരീരം സ്റ്റീഫന്റെ ഭാര്യയുടേതല്ലെങ്കിലോ? ഓക്കെ, വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തല്ലോ, അത് തന്നെ സ്റ്റീഫന്റെ ഭാര്യയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഒരുപക്ഷെ അതും സ്റ്റീഫന്റെ ഭാര്യ അല്ലെങ്കിലോ? കാരണം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരം എല്ലാം പോയിട്ട് ആൾ തന്നെ മാറിപ്പോവും. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് വേറൊരു ക്യാൻസർ പേഷ്യന്റിനെ കൊണ്ടുവന്ന് എല്ലാവരെയും പറ്റിച്ചതാണെങ്കിലോ? അതുപോലെ നമുക്ക് കിട്ടിയ ആ ഒരു ബോഡിയുടെ മുതുകിൽ എന്തോ ഒരു സിമ്പിൾ ഉണ്ടായിരുന്നു, ബാറിൽ വെച്ച ആ ഒരു സിമ്പിൾ കണ്ട ഒരു കൊടിയൻ ഇത് ട്രോ എന്ന് പറഞ്ഞ എന്തോ ഒരു വാക്ക് അങ്ങനെ പറയുകയും ചെയ്തു. അതുപോലെ എനിക്കറിയാവുന്ന ഒരു പ്രൊഫസർ ഉണ്ട്, ട്രോസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഞാൻ ചോദിച്ചിരുന്നു. ആ ഒരു പ്രൊഫസർ ആണെങ്കിലും അവരെ പറ്റിയുള്ള ഒറിജിനൽ റിപ്പോർട്ടുകൾ എനിക്ക് അയച്ചിട്ടുണ്ട്. ദേ ഇതൊന്ന് വായിച്ചു നോക്കുന്നതും പറഞ്ഞ് ആ ഒരു റിപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ ഓഫീസറിന് ഇങ്ങനെ കൊടുക്കുന്നതും ആ ഒരു ലേഡി ഓഫീസർ ഇപ്പോൾ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥമായിട്ട് നടന്ന ട്രോസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ജനക്കൂട്ടത്തെ പറ്റിയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പൊ അവരാരാണെന്ന് വെച്ചാൽ അവരൊരു പോരാളികളാണ്, അതും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ. കൂടാതെ അവർ വിശ്വസിക്കുന്നത് ഒരാണിനെ കൊണ്ട് മാത്രമേ ഇത്രയും സ്ട്രോങ് ആയിട്ട് പോരാളികളായിട്ട് ഇരിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ്. പക്ഷെ ഇവർക്ക് പോരാളികളായിട്ട് ആൺകുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് സ്ത്രീകൾ വേണ്ടേ? അതിനുവേണ്ടി അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ആൺകുട്ടികൾക്ക് വേണ്ടി സ്ത്രീകളെ തിരഞ്ഞെടുത്ത് അവരിലൂടെ ഒരു കുട്ടിയെ ജനിപ്പിച്ച്, അത് ആൺകുഞ്ഞാണെങ്കിൽ ഇനി ആ ഒരു സ്ത്രീയെ കൊണ്ട് കുഞ്ഞിന് ഒരാവശ്യമില്ല എന്നും പറഞ്ഞ് കുറച്ചു നാൾ മാത്രം ആ ഒരു കുട്ടിക്ക് പാല് കൊടുത്തതിന് ശേഷം ആ ഒരു സ്ത്രീയെ ഇവർ കൊല്ലുകയും ചെയ്യുന്നു. അതും ഒരു 9-10 ദിവസത്തിനകം തന്നെ. അതും ട്രോസ് എന്ന് പറഞ്ഞ ഈ ഒരു പോരാളി സമൂഹത്തിന് വേണ്ടി ഒരമ്മ സാക്രിഫൈസ് ചെയ്തെന്നും പറഞ്ഞിട്ട് ഇവര് തന്നെ കത്തി കൊണ്ട് ആ ഒരു സ്ത്രീയുടെ ഹൃദയം ഉണ്ടല്ലോ അത് കുത്തി പുറത്തേക്ക് എടുക്കും. അങ്ങനെയാണ് ആ ഒരു ചടങ്ങ് തന്നെ നടന്നിട്ടുള്ളത്. അപ്പൊ ഇതുപോലൊരു കാര്യം ഇതിനു മുന്നേ നടന്നിട്ടുണ്ട്. അത് ആ ഒരു പ്രൊഫസർ 100% സത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ആ ഒരു ശരീരം ഉണ്ടല്ലോ, ആ ഒരു പെണ്ണിനെയും ഇതുപോലൊരു ചടങ്ങിലാണ് കൊന്നത് എന്നെന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അവരുടെ മുതുകിലുള്ള ആ ഒരു സിമ്പൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു ലേഡി ഓഫീസർ ആണെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാന്നാണോ? എനിക്ക് തന്നെ ഇത് വിശ്വസിക്കാൻ തോന്നില്ല. ഇത് വെളിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇത് കേട്ട് ചിരിക്കും എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ എന്തായാലും ഇത് വിടാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ
ആ ഒരു ബാറിൽ വെച്ച് കണ്ട കുടിയനുണ്ടല്ലോ അയാളെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട്, കാരണം അയാളാണ് ഈ ഒരു സിംബലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബാറിൽ പോയി അന്വേഷിക്കാന്ന് പറഞ്ഞ് അവിടേക്ക് ചെന്നിട്ട് ആ ഒരു ബാർ നടത്തുന്ന ഓണറിന്റെ സ്വന്തക്കാരനാണ് ആ ഒരു കുടിയൻ. അയാളുടെ അഡ്രസ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇയാളാണെങ്കിലും ഓക്കെ ഇപ്പൊ പറഞ്ഞുതരാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയിട്ട് ഈ വെള്ളിമൂങ്ങ ഇപ്പൊ വേറെ ആരെയോ വിളിച്ച് ഇതുപോലെ നമ്മുടെ ഹീറോയിൻ അയാളെ അന്വേഷിക്കുന്നുള്ള കാര്യം വിളിച്ചിങ്ങനെ പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അയാളെ സംശയമുള്ളത് കൊണ്ട് തന്നെ ഹീറോയിൻ അയാളെയും ഫോളോ ചെയ്യാൻ തുടങ്ങാണ്. ഇപ്പൊ ആ ഒരു ഡോക്ടർ ആണെങ്കിലും പതിയെ ഏതൊരു ബിൽഡിങ്ങിനകത്തേക്ക് കയറി പോകുന്നു. കുറെ കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതേ സമയം തന്നെ നമ്മുടെ ഹീറോ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതുപോലെ ഇന്ന് ജോലി കുറച്ച് ടൈറ്റ് ആണ്, ഞാൻ വരാനായിട്ട് ലേറ്റ് ആവും, നീ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോന്നും പറഞ്ഞ്. അങ്ങനെ ആ ഒരു മെസ്സേജും കണ്ട അത് കഴിഞ്ഞ് ഹീറോയിൻ സ്റ്റീഫൻ ഇപ്പോ ഏത് ബിൽഡിങ്ങിനകത്തേക്കാണോ പോയത് വെളിയിൽ നിന്നും അതിനകത്ത് ആരുണ്ടെന്ന് പതിയെ എത്തി നോക്കുമ്പോഴത്തേക്കാണ് സ്റ്റീഫൻ ആ ഒരു വക്കീല്, കൗൺസിലർ, ചീഫായിട്ടുള്ള ഡോക്ടർ, പിന്നെ ആ ഒരു അങ്കിള്, ഇവരെല്ലാവരും ഉണ്ട്. അതേ സമയം തന്നെ ഒരാളുടെ മുഖം കൂടി കണ്ട് ഹീറോയിൻ ഞെട്ടുന്നുണ്ട്. അതാണ് ഒരു ഒന്നൊന്നര ഷോക്ക്. അത് വേറെ ആരുമല്ല, ഹീറോയിന്റെ ഭർത്താവായിട്ടുള്ള നമ്മുടെ ഡിങ്കൻ. അപ്പോ ഇവരെല്ലാവരും ഹീറോയി വിചാരിക്കുന്നത് പോലെ തന്നെ ട്രോ എന്ന് പറഞ്ഞ ആ ഒരു സമൂഹത്തിൽ ചേർന്നവരാണെങ്കിൽ ഹീറോയും അതിൽ ഉൾപ്പെടുന്ന ഒരാൾ തന്നെ ആയിരിക്കും. അതിൽ ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷേ തനിക്ക് ജോലിയുണ്ട് അതുകൊണ്ട് വരാൻ വൈകുമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പോയി കഴിഞ്ഞാൽ ഹീറോയിൻ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഹീറോയിൻ ആയാലും രാത്രി തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഹീറോ വരുമ്പോഴത്തേക്കും നല്ലതുപോലെ പേടിക്കുന്നുണ്ട്, ഒന്നും ചോദിക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കാണ് പാലത്തിനടിയിൽ നിന്നും ഏതോ ഒരു ശരീരം ഇൻസ്പെക്ടറും ബാക്കി പോലീസുകാരെല്ലാം കൂടി ചേർന്ന് കണ്ടുപിടിക്കുന്നു. അതാരുടെ ബോഡിയാണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഹീറോയിൻ ആ ഒരു കുടിയനെ ബാറിൽ പോയി അന്വേഷിച്ചിരുന്നല്ലോ, അയാളുടെ ശരീരമാണ് ഇപ്പൊ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ ഒരു ദ്വീപിൽ ഇവരെന്തോ ഒരു കാര്യം ഒളിപ്പിക്കുന്നുണ്ട്. അത് ഹീറോയിൻ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയിൻ അന്വേഷിക്കുന്ന ഓരോരുത്തരായിട്ട് ഇപ്പൊ കൊല്ലാൻ തുടങ്ങുന്നത്. ഓക്കെ, എന്തായാലും ഇത് ഒരാളല്ല ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പായിട്ടാണ് എന്ന് ഹീറോയിന് മനസ്സിലായി. അങ്ങനെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഈ ഒരു ദ്വീപിൽ തന്നെ ഷെറ്റ്ലാൻഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതൊരു കമ്മ്യൂണിറ്റി പോലെയാണ്. അതിലുള്ള ആളുകളുടെ പേരെല്ലാം എടുത്തിട്ട് ഇപ്പോ അവർക്ക് ഭാര്യമാരുണ്ടെങ്കിൽ അവരെല്ലാം മരിച്ച ആ ഒരു വർഷം ഇതെല്ലാം ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കും. അങ്ങനെ ഇതെല്ലാം വെച്ച് ആ ഒരു വർഷമെല്ലാം എഴുതി നമ്മുടെ ലേഡി ഓഫീസറിന്റെ അടുത്തേക്ക് കൊടുക്കുമ്പോഴത്തേക്കാണ് ലേഡി ഓഫീസർ ചോദിക്കുന്നത്, അല്ല ഇത് വെച്ചിട്ട് ഇപ്പൊ എന്താ പറയാൻ വരുന്നത്? ഇവരെല്ലാവരും ഷെറ്റ്ലാൻഡ് റൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. അവരുടെ എല്ലാവരുടെയും പേരിനടുത്തായിട്ട് ഞാൻ ഒരു വർഷം എഴുതിയിട്ടുണ്ടല്ലോ, ഇതെല്ലാം അവരുടെ ഭാര്യമാര് മരിച്ച വർഷമാണ്. അതിൽ ഞാൻ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അവരുടെ എല്ലാവരുടെയും ഭാര്യമാര് ഒന്നുകിലെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയെ പ്രസവിച്ചതിന് ശേഷമാണ് അവർ മരണപ്പെട്ടിട്ടുള്ളത്. അതിൽ ചിലര് മാത്രം കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ മരണപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു ഭർത്താക്കന്മാരാണെങ്കിൽ ഒരു ആൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തുകയും ചെയ്യുന്നു. ഈ ഒരു ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും അതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അങ്കിൾ ഉണ്ടല്ലോ, വേറെ ആരുമല്ല, ഹീറോയുടെ അച്ഛന്റെ പേരും അതിലുണ്ട്. അപ്പൊ ആ ഒരു വീട്ടിലെ മുത്തശ്ശി പറഞ്ഞത് എന്താണ്, ഹീറോ ജനിച്ചതിന് ശേഷമാണ് അവരുടെ അമ്മ മരിച്ചതെന്നാണ്. ഇതിലെ ഒന്നോ രണ്ടോ പുരുഷന്മാർക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇതിലുള്ള എല്ലാവർക്കും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ സത്യങ്ങളും പറയുന്നതും ഇപ്പോൾ ലേഡി ഓഫീസറിനായാലും ഓക്കെ, ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വക്കീലുണ്ടല്ലോ, പുള്ളിക്കാരനാണ് ഇവർ ഈ ഒരു കാര്യം അവർ ഇൻസ്പെക്ടറിനോട് സംസാരിക്കാൻ വരുമ്പോൾ ഇടയ്ക്ക് കയറി കുഴപ്പമുണ്ടാക്കിയത്. അതുകൊണ്ട് അയാൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാം എന്നുള്ള രീതിയിൽ അയാളുടെ വീട്ടിലെ ഇവർ രണ്ടുപേരും എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമില്ലേ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ കയറുകയാണ്. അങ്ങനെ നമ്മുടെ ലേഡി ഓഫീസർ ആണെങ്കിൽ ആ ഒരു സിസ്റ്റം പരിശോധിക്കുന്ന സമയത്ത് ഹീറോയിൻ അവിടെയുള്ള ഫയലും കാര്യങ്ങളൊക്കെ എന്നെ നോക്കാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു മേശയ്ക്കടിയിലായിട്ട് ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും അല്ല. ആരെങ്കിലും വന്നിട്ട് ഈ ഒരു സിസ്റ്റം ഓൺ ആക്കി കഴിഞ്ഞാൽ അവൻ അവിടെ സിഗ്നലിൽ പോവും. അതുമല്ല ഇവിടെയുള്ള ക്യാമറ പ്രവർത്തിച്ച് ഇതിനകത്ത് ആള് കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം അവൻ കണ്ട് പോലീസിനെയും ഇവിടേക്ക് പറഞ്ഞു വിടുന്നു. പക്ഷെ അതിനു മുന്നേ തന്നെ ഇവരൊരു കാര്യം കണ്ടുപിടിക്കുന്നുണ്ട്. 3 വർഷങ്ങൾക്ക് മുന്നേ സ്റ്റീഫന്റെ ഭാര്യയും ഈ ഒരു വക്കീലിന്റെ ഭാര്യയും ഒരേ സമയത്ത് തന്നെയാണ് മരിച്ചതെന്ന് പറഞ്ഞിരുന്നല്ലോ. കറക്റ്റ് ആയിട്ട് ആ ഒരു ഡേറ്റില് ഒരു ട്രസ്റ്റിലേക്ക് വക്കീല് 3 തവണ പൈസ അയച്ചിട്ടുണ്ട്. ആ ഒരു ട്രസ്റ്റിന്റെ പേര് ഇവർ വായിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് വെളിയിൽ പോലീസ് വരുന്നു. അപ്പോഴേക്കും നമ്മുടെ ലേഡി ഓഫീസർ പറയും, എനിക്കൊരു കുഴപ്പമില്ല, നീ ഇവിടെ നിൽക്കണ്ട, പുറകിലൂടെ പോയിക്കോന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന നമ്മുടെ ഹീറോയിനെ ഇപ്പോൾ ആ ഒരു ലേഡി ഓഫീസർ വിളിക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു, വക്കീൽ ഒരു ട്രസ്റ്റിലേക്ക് 3 തവണ പണം അയച്ചിട്ടുണ്ടല്ലോ. സത്യത്തിൽ അവൻ ആ ഒരു ട്രസ്റ്റ് വഴി വേറെ ഏതൊരു പെണ്ണിനാണ് പണം അയച്ചിട്ടുള്ളത്. പക്ഷെ ആ ഒരു പെണ്ണിപ്പോൾ ജീവനോടെ ഇല്ല. അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന് നിനക്കറിയോ എന്ന് നമ്മുടെ പോലീസുകാർ ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, വേറെ എങ്ങനെ, സ്റ്റീഫന്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നതുപോലെ സ്റ്റേജ് 4 ക്യാൻസർ ഉണ്ടായിരുന്നു, അതുപോലെയല്ലേ ആ ഒരു പെണ്ണ് മരിച്ചത് എന്നിങ്ങനെ കറക്റ്റായിട്ട് ചോദിക്കുമ്പോൾ അതെ അതുപോലെ തന്നെയാണ്. എന്തായാലും ആ ഒരു പെണ്ണിന്റെ വീട്ട് അഡ്രസ്സ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യവും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നും പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പുറകെ തന്നെ മറ്റൊരു കാറ് ഒരുപാട് നേരമായിട്ട് ഈ പോലീസുകാരിയെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവളായാലും കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് പിന്നീട് സൈഡ് കൊടുത്തിട്ട് ആ ഒരു മരത്തലയനോട് കയറിപ്പോകാനായിട്ട് സിഗ്നലൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് ഹീറോയിന് നല്ലതുപോലെ മനസ്സിലായി. അവളായാലും അല്ല മേഡം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നല്ല ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോ
ആ ഒരു പോലീസുകാരി ഓടിച്ചുകൊണ്ട് പോയ ആ ഒരു കാറുണ്ടല്ലോ അത് അവിടെ നിന്നിങ്ങനെ കത്തുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ പോലീസുകാരിനെയും അവർ കൊന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. ഇവർ കണ്ടുപിടിച്ച കാര്യം ഇനിയും മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പോലീസുകാരിയെ ഇവർ കൊന്നത്. അങ്ങനെ ഇതറിഞ്ഞ് സ്ഥലത്തേക്ക് വന്ന നമ്മുടെ ഹീറോയിന് അത്രയും ദേഷ്യം അതേപോലെ തന്നെ വിഷമമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയിൻ കാരണമാണല്ലോ പോലീസുകാരിക്ക് ഇപ്പൊ ഈ ഒരു അവസ്ഥ വന്നത്. ഹീറോയിൻ ഈ ഒരു കേസിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ പോലീസുകാരിക്ക് ഇപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആ ഒരു വിഷമം കാരണം ഹീറോയിൻ അവിടെ നിന്ന് നല്ലതുപോലെ കരയുന്നുണ്ട്. ഓക്കെ, എന്ത് തന്നെയായാലും ഇപ്പോൾ ഒരു പോലീസുകാരി മരിച്ചല്ലോ. എന്നിരുന്നാലും ഇതൊരിക്കലും അവസാനിപ്പിക്കത്തില്ല, ഇതെന്റെ അവസാനം കണ്ടുപിടിച്ചിട്ടേ ഇനി ഹീറോയിൻ അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ പോലീസുകാരി ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നല്ലോ. അവിടേക്ക് ഹീറോയിൻ ഇപ്പോൾ പോവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു ഭാര്യയും ഭർത്താവും. അപ്പോൾ ഈ ഒരു പെണ്ണിന്റെ സഹോദരിയാണ് ഈ ഒരു സ്റ്റേജ് 4 ക്യാൻസർ വന്നിട്ട് മരണപ്പെട്ടത്. അങ്ങനെ അവിടെ ചെന്നിട്ട് അവളുടെ സഹോദരിയെ പറ്റി ആ പെണ്ണിനോടും അവിടെയുള്ള ആ ഒരു പെണ്ണിന്റെ ഭർത്താവിനോടും ചോദിക്കുമ്പോൾ ഇവർ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്. ഇവർ മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഹീറോയിൻ പറയും, നിങ്ങളിപ്പോൾ സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇത് പോലീസിനോട് പറയുമെന്ന് പറയുമ്പോൾ അവരായാലും ഇപ്പോൾ പേടിച്ചിട്ട് സത്യങ്ങളൊക്കെ പറയാൻ തുടങ്ങാണ്. ഈ വീട്ടിലെ ആ ഒരു പെണ്ണിന്റെ സഹോദരിക്കുണ്ടല്ലോ സ്റ്റേജ് 4 ക്യാൻസർ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം ആർട്ടിക്കിളിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ട് ആവുന്നത്. അങ്ങനെയാണ് സ്റ്റീഫൻ ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട്, ഇപ്പൊ അസുഖമുള്ള ഈ ഒരു പെണ്ണിനെ നിങ്ങളെ കൂടെ വെച്ചിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനില്ല, അതുപോലെ നിങ്ങളുടെ സഹോദരിക്ക് വേണ്ടി ചെലവാക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ പണവുമില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ ഇതുപോലെയുള്ള ആളുകളെ വെച്ചിട്ട് അവരുടെ അസുഖം മാറാനായിട്ട് ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവളെ ഞങ്ങളോടൊപ്പം പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അവളെ നോക്കിക്കോളാം എന്നുള്ളൊരു ഡീലും വെച്ചിട്ട് ഈ ഒരു ലേഡിയുടെ സഹോദരിയെ ഇവിടെ നിന്ന് അവർ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു പെണ്ണിനെ ഇവർ കണ്ടിട്ട് പോലുമില്ല. കുറെ കാലം കഴിഞ്ഞിട്ട് ആ ഒരു പെണ്ണ് മരിച്ചതായിട്ടാണ് ഇവർ അറിഞ്ഞത്. പക്ഷെ ബോഡി ഇവർക്ക് തിരിച്ചു കൊടുത്തില്ല. കാരണം ഇവർ സൈൻ ചെയ്ത ആ ഒരു എഗ്രിമെന്റിലെ ബോഡി ഒരിക്കലും തിരിച്ചു കൊടുക്കത്തില്ല എന്ന് അവർ എഴുതിയിരുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ഓക്കെ, അപ്പോൾ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടറാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിന്റെ സഹോദരിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്, കറക്റ്റ് അല്ലേ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഡോക്ടറോ? ഇല്ലില്ല, ഇവിടേക്ക് വന്നത് സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലോയറാണ് എന്ന് പറയുമ്പോഴത്തേക്കാണ് കാണുന്ന നമുക്കും ഹീറോയിനും ഒരു കാര്യം മനസ്സിലാവുന്നത്. നമ്മൾ ഇതിനു മുന്നേ ഒരു വക്കീലിനെ കണ്ടല്ലോ. എപ്പോഴും വക്കീലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു വക്കീലിന്റെ പേരും സ്റ്റീഫൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വക്കീലാണ് ഇവിടേക്ക് വന്ന് പൈസ കൊടുത്ത് ഇവരുടെ സഹോദരിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അതുപോലെ ഇതിലെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 3 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ വക്കീലിന്റെ ഭാര്യയെ മരിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ. വക്കീലിന്റെ ഭാര്യയ്ക്കും ഇതുപോലെ സ്റ്റേജ് 4 ക്യാൻസർ വന്നിട്ടാണ് മരണപ്പെട്ടത്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ സ്റ്റീഫനെതിരായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ. സ്റ്റീഫന്റെ ഭാര്യയ്ക്ക് പകരമാണ് വേറൊരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവന്റെ ഭാര്യ മരിച്ചെന്ന് വരുത്തി തീർത്ത് എല്ലാവരും പറ്റിച്ചത്. ആ ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ വക്കീലിനാണ് നല്ലതുപോലെ യോജിക്കുന്നത്. കാരണം നമ്മുടെ വക്കീലാണ് ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹീറോയിന്റെ വീടിന്റെ പുറകിൽ നിന്നും ഇവർക്ക് കിട്ടിയ ആ ഒരു ശരീരം വക്കീലിന്റെ ഭാര്യയുടെ ശരീരമാണ്. അങ്ങനെ തെളിവും കാര്യങ്ങളെല്ലാം ഒപ്പിച്ചിട്ട് ഹീറോയിൻ നേരെ ഈ ഒരു കാര്യം നമ്മുടെ മരത്തലനായിട്ടുള്ള അപ്പൂപ്പൻ പോലീസിനോട് ഒന്ന് പറയുമ്പോഴത്തേക്കും അയാളായാലും ഇതെല്ലാം ഇപ്പോൾ വിശ്വസിച്ചിട്ട് നമ്മുടെ വക്കീലിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം ഹീറോയിൻ പ്രതീക്ഷിച്ചതുപോലെയല്ല വക്കീല് മറുപടി പറയുന്നത്. എങ്ങനെയാണെന്നല്ലേ, ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ വിചാരിച്ചത് ട്രൂ എന്ന് പറഞ്ഞ ആ ഒരു ഇനത്തിൽ ചേർന്നതാണ് നമ്മുടെ വക്കീല്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ആ ഒരു ആചാരപ്രകാരമാണ് വക്കീലിന്റെ ഭാര്യയെ കൊന്നതും അത് ഒളിപ്പിക്കാൻ വേണ്ടി മറ്റൊരു ലേഡിയെ ഇവിടേക്ക് കൊണ്ടുവന്ന് തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുഴിച്ചു മൂടിയതും. ഇങ്ങനെയാണ് ഹീറോയിൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ വക്കീല് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ വക്കീല് മണി ലോണ്ടറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം തന്റെ ഭാര്യ അറിഞ്ഞിട്ട് ഇപ്പോൾ തന്റെ ഭാര്യയ്ക്കും പണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വെളിയിൽ പറയുമെന്നും പറഞ്ഞ് വക്കീലിനെ ഭീഷണിപ്പെടുത്തി. അപ്പൊ ഇത്രയും പണം തന്റെ കയ്യിലുണ്ട്, ഇത് തന്റെ ഭാര്യ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പണം മുഴുവനായിട്ടും പോവും. അതിന് പകരം കുറച്ച് പണം വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് തന്റെ ഭാര്യനെ അങ്ങ് തീർത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം അവിടെ കഴിഞ്ഞില്ലേ. അതിനുവേണ്ടി നമ്മുടെ വക്കീൽ എന്താ ചെയ്യുന്നത് വെച്ചാല്, യഥാർത്ഥമായിട്ടും ക്യാൻസർ ഉള്ള ആ ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവരുടെ വീട്ടുകാർക്ക് പണം കൊടുത്ത് ആ ഒരു പെണ്ണിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് തന്റെ ഭാര്യയാണെന്നുള്ള രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി അത് കഴിഞ്ഞ് തന്റെ ഭാര്യയെ അവൻ തന്നെ ആളെ വിട്ട് കൊല്ലിക്കുമായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം വേറെ ആരും കണ്ടുപിടിക്കത്തുമില്ല. പക്ഷെ ഇവിടെ നമുക്ക് മറ്റൊരു സംശയം കൂടി വരും. ഹീറോയിന്റെ വീടിന്റെ പുറകിൽ നിന്നും ഈ ഒരു വക്കീലിന്റെ ഭാര്യയുടെ ശരീരമാണ് പുറത്തേക്ക് എടുത്തത്. പക്ഷെ ആ ഒരു ഡെന്തൽ റെക്കോർഡിൽ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടറിന്റെ ഭാര്യയുടെ ഡെന്തൽ എക്സ്റേ ആയിട്ടാണ് മാച്ച് ആവുന്നത്. ഇപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കാര്യം ചെയ്തത് നമ്മുടെ വക്കീൽ തന്നെയാണ്. വക്കീൽ പറഞ്ഞിട്ടാണ് ആ ഒരു ഡോക്ടർ അതുപോലെ ഈ ഒരു ഫയലുകൾ തമ്മിൽ മാറ്റിയത്. അതുപോലെ ഹീറോയിൻ ഈ ഒരു കാര്യം കണ്ടുപിടിക്കുമെന്ന് പേടിച്ചിട്ടാണ് അന്ന് ഹീറോയിൻ ഈ ഒരു ഫയൽ എടുക്കാനായിട്ട് ആ ഒരു റൂമിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ അവിടേക്ക് വന്നിട്ട് ഈ ഒരു ഫയൽ എടുത്ത് വേറെ ആർക്ക് കൊണ്ട് കൊടുക്കുമല്ലോ. സത്യത്തിൽ ആ ഒരു കാറിലുണ്ടായിരുന്നത് വക്കീലാണ്. ഇപ്പൊ ആ ഒരു ഫയൽ എടുത്ത് കൊടുത്തിട്ട് ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവളെല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഫയൽ നമ്മുടെ വക്കീലിന് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവസാനമായിട്ട് 3 ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് ഹീറോയിൻ. ഓക്കെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് കുട്ടി ജനിച്ചതിന് ശേഷമാണല്ലോ നിങ്ങൾ ഭാര്യയെ കൊന്നത്, ആ ഒരു കുഞ്ഞെവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു കുഞ്ഞാണ് സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഹീറോയിൻ ഈ ഒരു വക്കീലിനോട് വന്ന്
സംസാരിക്കുന്ന സമയത്ത് അടുത്തൊരു ഫോട്ടോ ഉണ്ടല്ലോ, ഈ ഒരു കുഞ്ഞ് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറയും ഇതേപോലെ ആ ഒരു സെന്ററിൽ നിന്ന് ഞാൻ ദത്തെടുത്താണെന്ന്. സത്യത്തിൽ അത് തന്നെയാണ് വക്കീലിന്റെ യഥാർത്ഥ കുട്ടി. അവൻ ഇവരോട് കള്ളം പറഞ്ഞതാണ്. അപ്പോൾ തന്റെ ഭാര്യയുടെ ദേഹത്ത് ആ ഒരു സിമ്പല് കത്തികൊണ്ട് മാർക്ക് ചെയ്തത്, ഹൃദയം പുറത്തെടുത്തത്, ഇതെല്ലാം പോലീസിനെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, കേസ് വേറെ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വക്കീൽ ചെയ്തത് എന്നുള്ള കാര്യവും പറയും. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് ആളെ വിട്ടതും വക്കീൽ തന്നെയാണെന്നുള്ള എല്ലാ സത്യവും ഇവിടെ വെച്ച് പറയാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ ഹീറോ ഈ ഡിന്നറെല്ലാം റെഡിയാക്കിയിട്ട് ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഹീറോയിനോട് പറയും, സോറി, നീ അപ്പോഴേ പറഞ്ഞു വക്കീൽ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന്, പക്ഷെ ഞാൻ അതൊരിക്കലും വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോൾ അതെല്ലാം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിന് നിന്നോട് സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്ക് കഴിക്കാന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഓക്കെ അതൊക്കെ പോട്ടെ, അതിനു മുന്നേ ഈ ഒരു ചോദ്യത്തിന് നീ ഉത്തരം പറയും. അത്യാവശ്യമായിട്ട് ജോലി തിരക്കൊണ്ടെന്നും പറഞ്ഞ് നീ എന്തിനാണ് അവരോടൊപ്പം ആ ഒരു വീട്ടിലേക്ക് പോയത് എന്നുള്ള ആ ഒരു ചോദ്യം ഹീറോയിൻ ചോദിക്കുന്നതും, ഓ നീ അത് കണ്ടിരുന്നോ? അത് അപ്പോഴേ തന്നെ എന്നോട് ചോദിച്ചുകൂടായിരുന്നോ? നമ്മൾ രണ്ടുപേരും കൂടി ഒരു കുട്ടിയെ ദത്തെടുക്കാനായിട്ട് തീരുമാനിച്ചല്ലോ. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പാർട്ടി നടത്താന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്യുമായിരുന്നു. അതിനുവേണ്ടിയാണ് എന്നെ അവർ വിളിച്ചത്. അതുപോലെ ആ ഒരു കാര്യം നിനക്ക് കുറച്ച് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാതിരുന്നത്. ഇത് പോയിട്ട് നീ ഇത്ര കാര്യമായിട്ട് എടുത്തു എന്നിങ്ങനെ പറയുമ്പോൾ, അയ്യോ പാവം, ഇവനെ പോയി സംശയിച്ചല്ലോ എന്നുള്ള രീതിയിൽ ഹീറോയും പെട്ടെന്ന് ഹീറോയെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ കാണിക്കുമ്പോൾ ഈ ഒരു ഐലൻഡിൽ ഇവര് വന്നിട്ട് ഏകദേശം 8 മാസം കഴിഞ്ഞു. കുട്ടിയെ ദത്തെടുക്കണമെന്നുണ്ടെങ്കിൽ 12 മാസം കഴിയണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇവർ നേരത്തെ കൂടി വന്നതുകൊണ്ട് ആ ഒരു 12 മാസവും ഇപ്പൊ കഴിഞ്ഞിട്ട് പുതിയൊരു കുട്ടിയെ ദത്തെടുക്കാനുള്ള ആ ഒരു സമയമായി. അതുമല്ല ആ ഒരു കുട്ടിയാണെങ്കിലും ഇപ്പോഴാണ് ജനിച്ചത്. അതുകൊണ്ട് കുറച്ചുനാള് ഇവരുടെ ഒബ്സർവേഷനിൽ ആ ഒരു കുട്ടിയെ നോക്കി അത് കഴിഞ്ഞ് ഇവർക്ക് കുട്ടിയെ തരും എന്ന് ആ ഒരു സെന്റർ നടത്തുന്ന മാനേജർ ഇവരോട് പറയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിനും നല്ല സന്തോഷമായി. അവർക്കൊരു കുട്ടിയെ കിട്ടാൻ പോവാണ്. അത് കഴിഞ്ഞ് ഈ ഒരു അങ്കിള് പറഞ്ഞതുപോലെ തന്നെ അവരുടെ വീട്ടിൽ വെച്ച് ഒരു വലിയ പാർട്ടി നടക്കുന്നു. അങ്ങനെ പാർട്ടിയിൽ വന്ന ഒരാൾക്ക് നമ്മുടെ ഹീറോയിനെ ഹീറോ പരിചയപ്പെടുത്തി കൊടുക്കാണ്. അപ്പൊ അയാളായാലും ഹീറോയിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് ഇവിടെയാണ് അടുത്ത ഒരു ട്വിസ്റ്റ്. ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന അയാളുടെ കയ്യില് എന്തോ ഒരു പച്ച കുത്തിയിരിക്കുന്നു. ഇത് കാണുന്നത് നമ്മുടെ ഹീറോയിൻ ചിന്തിക്കും. ഒരു സീനില് നമ്മുടെ ഹീറോയിൻ ആ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അവളെ കൊല്ലാനായിട്ട് ഒരാൾ അവളെ ഫോളോ ചെയ്തിങ്ങനെ വന്നിരുന്നല്ലോ. ആ ഒരാളുടെ കയ്യിലും ഇതേ സിമ്പിൾ തന്നെയാണ് പച്ച കുത്തിയിട്ടുള്ളത്. അപ്പൊ അത് ചെയ്തത് ഈ ഒരു വടുവനാണെന്ന് ഹീറോയിന് മനസ്സിലായി. അതുമല്ല ഒരു സീനിലാണെങ്കിൽ നമ്മുടെ വക്കീലായാലും പറഞ്ഞിട്ടുണ്ട് ഹീറോയിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് താനാണെന്ന്. പക്ഷെ ഒരിക്കലും അല്ല. കാരണം ഹീറോയിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചവൻ ദേ ഇവരുടെ മുന്നിൽ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇവരെല്ലാവരും വീണ്ടും എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഹീറോയിന് മനസ്സിലായി. അങ്ങനെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാല് നേരെ ബാത്റൂമിനകത്തേക്ക് കയറി ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കാണ്. ചെറിയ പേടിയുണ്ട്. പിന്നെ എങ്ങനെയോ ധൈര്യം സംഭരിച്ച് നേരെ വീട്ടിലേക്ക് വന്ന് ഇവര് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ലൈബ്രറി പോലെ ഒരു മുറിയുണ്ടല്ലോ, നമ്മുടെ ഹീറോയുടെ അച്ഛന്റെ റൂം എന്ന് പറഞ്ഞിട്ട് ആ ഒരു റൂമിന്റെ കീ എവിടെയാണ് തൂക്കിയിട്ടിരിക്കുന്നതെന്ന് ഹീറോയിൻ അറിയാം. ആ ഒരു കീ ഇപ്പോൾ പതിയെ എടുത്ത് ആ ഒരു റൂം തുറന്ന് അകത്തേക്ക് പോവാണ്. കാരണം ഇത്രയും കാലത്തിനിടയിൽ ആ ഒരു മുറിക്കകത്ത് മാത്രമേ ഹീറോയിൻ കയറിയിട്ടില്ല. അതേസമയം പാർട്ടിയിലെ നമ്മുടെ അങ്കിളാണെങ്കിലോ ഹീറോയിനെ കൊന്നേക്ക് എന്നുള്ള രീതിയിൽ ആ ഒരു കില്ലറിനെ തല കൊണ്ട് ഇങ്ങനെ സിഗ്നൽ കാണിക്കുന്നതും ഇപ്പൊ ആ ഒരു കില്ലർ ആയാലും ഹീറോയിനെ കൊല്ലാൻ വേണ്ടി അവളെ അന്വേഷിച്ചിങ്ങനെ പോവാണ്. അതേസമയം ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ ആ ഒരു മുറിക്കകത്തേക്ക് ചെന്നിട്ട് അവിടെ മറ്റൊരു സീക്രട്ട് ഉള്ള റൂമുണ്ട്. അത് കണ്ടുപിടിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയാണ് മൊത്ത ടെസ്റ്റ് ഉള്ളത്. ഈ ട്രോ എന്ന് പറഞ്ഞ ആ ഒരു ഇനം ഉണ്ടല്ലോ, അവരെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോ ഹീറോയിൻ വിചാരിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു അങ്കിള്, വക്കീല്, ഡോക്ടർ, ഇങ്ങനെ ഒരുപാട് പേരും ട്രോ എന്ന് പറഞ്ഞ ആ ഒരു സമുദായത്തിൽ ചേർന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ അവർക്ക് ഇതുപോലെ ഒരു ആൺകുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കല്യാണം കഴിച്ച് അതിലെ ഒരു ആൺകുട്ടി ജനിച്ച് ആ ഒരു കുഞ്ഞ് ജനിച്ച് 9ാമത്തെ ദിവസം ഈ പണ്ടത്തെ ആചാരപ്രകാരം ഇവരെങ്ങനെയാണ് സ്ത്രീകളെ കൊല്ലുന്നത് അതുപോലെ തന്നെ അവരെ കൊന്ന് അവരുടെ ഹൃദയം പുറത്തെടുത്ത് ആ ഒരു ചടങ്ങ് ഇവര് പൂർത്തിയാക്കുന്നു. അതുപോലെ അവരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആ ഒരു കത്തി ഉണ്ടല്ലോ, ആ ഒരു കത്തിയും റൂമിൽ തന്നെയുണ്ട്. അതും കൂടാതെ ട്രോ ഇനത്തിൽ ചേർന്ന ആ ഒരു അച്ഛനും മകനും അവരുടെ എല്ലാവരുടെയും ഫോട്ടോ പരമ്പരയായിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കറിയുന്ന ആളുകളുടെ ഫോട്ടോയും ഉണ്ട്. ആ ഒരു ചീഫ് ഡോക്ടർ, അയാളുടെ മകൻ, വക്കീല്, അയാളുടെ മകൻ, അതേപോലെ തന്നെ നമ്മുടെ അങ്കിളും അയാളുടെ മകനായിട്ടുള്ള ഹീറോയും. അങ്ങനെ ഇതെല്ലാം കണ്ട ഹീറോയിൻ അവിടെ നിന്ന് നേരെ ഹീറോയുടെ മുന്നിലേക്ക് വന്നിട്ട് അവനെ നോക്കി നല്ലതുപോലെ ഷോക്കായി ഒന്നും മിണ്ടാതെ വെളിയിലേക്ക് വന്ന് കാറും എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നിട്ട് ബാഗ് എല്ലാം പാക്ക് ചെയ്യാണ്. അതേ സമയം തന്നെ നമ്മുടെ ഹീറോയും വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേ ഹീറോയിൻ ഒരു കത്തി എടുത്ത് വെച്ചിട്ട്, പൊന്നു മോനെ, അടുത്തേക്ക് വന്നു കഴിഞ്ഞാല് എവിടെയൊക്കെ കുത്തുവന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, നീയോ അവരിൽ ഒരാളല്ലേ, അതുകൊണ്ട് എന്റെ അടുത്തേക്ക് വരരുതെന്ന് പറയുമ്പോ അവൻ പറയും, ഏയ് നീ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല, ഞാൻ അവരിൽ ഒരാളല്ല, എനിക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇഷ്ടമല്ല, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോടൊപ്പം നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരുപക്ഷെ നീ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞാല് കുട്ടി ജനിച്ച 9ാമത്തെ ദിവസം തന്നെ അവർ നിന്നെ കൊല്ലുമായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് കുട്ടി ജനിക്കാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഞാൻ ചെയ്തത് എന്നുള്ള രീതിയിൽ അവനിങ്ങനെ പറയുമ്പോൾ ഹീറോയിൻ ഒന്നും മനസ്സിലാവുന്നില്ല. ഹീറോയിൻ ചോദിക്കും, എന്ത്, എനിക്ക് പ്രഗ്നന്റ് ആയിട്ട് അത് 3-4 തവണ, അത് തനിയല്ലേ അബോഷനായി പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ
അതൊരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ഹീറോ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹീറോയിനെ ഈ കുട്ടി ജനിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു മരുന്ന് കൊടുത്ത് അബോർഷൻ ചെയ്യിക്കുന്നത്. അപ്പൊ ആ ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ഫിസിക്കലി റിലേഷൻ ആയിട്ട് പിന്നീട് അവൾ പ്രഗ്നന്റ് ആയാലും ഒരിക്കലും കുഞ്ഞ് ജനിക്കില്ല, അബോർഷൻ ആയി പോവും. ആ ഒരു രീതിയിലുള്ള മരുന്ന് അവ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ ഒരു കുട്ടിക്ക് ജന്മം നൽകിയാലും 9 ദിവസം കഴിഞ്ഞ് ഹീറോയിനെ കൊല്ലും. ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഹീറോയിനെ എന്തായാലും കൊല്ലും. അത് നടക്കാതിരിക്കാൻ വേണ്ടി ഹീറോ അവന്റെ അച്ഛനോട് ഒരു ഡീല് നടത്തി. വേറെ ഒന്നുമല്ല, നിങ്ങളായിട്ട് തന്നെ ഒരു കുട്ടിയെ ഞങ്ങൾക്ക് സെലക്ട് ചെയ്തതാ, ഞങ്ങൾ അതിനെ വളർത്തിക്കോളാം, പക്ഷെ അതിന് പകരം നിങ്ങൾ എന്റെ ഭാര്യയെ കൊല്ലരുത് എന്നുള്ള ഡീല് ഹീറോ അവന്റെ അച്ഛനുമായിട്ട് നേരത്തെ തന്നെ നടത്തിയിരുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ ഹീറോ ഒരു നല്ലവനാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഹീറോയെ ദേഷ്യപ്പെട്ട്, നീ എന്ത് ചതിയാണ് കാണിച്ചെന്നറിയോ? ഒരു അമ്മയാവാനായിട്ടുള്ള എന്റെ ആഗ്രഹത്തെ നീ ഇല്ലാതാക്കിയാണ് ഓരോ തവണയും ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇപ്പൊ നമ്മൾ ദത്തെടുക്കാൻ പോകുന്ന ആ ഒരു കുഞ്ഞ് അതാരുടെ കുഞ്ഞാണെന്ന് ചോദിക്കുന്നതും ഇവിടെയാണ് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. ഇവർ ദത്തെടുക്കാൻ പോകുന്നത് നമ്മുടെ ലേഡി ഓഫീസർ ഉണ്ടല്ലോ, അവരുടെ കുഞ്ഞിനെയാണ്. അവരാ ഒരു കാറിലിരുന്ന് മരണപ്പെട്ടെന്നാണല്ലോ നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഒരിക്കലും ലേഡി ഓഫീസർ മരിച്ചിട്ടില്ലായിരുന്നു. കാരണം ലേഡി ഓഫീസർ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ അവരുടെ കുഞ്ഞ് ജനിച്ച് 9 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ആ ഒരു ചടങ്ങിന്റെ പേരിൽ അവർ ഇനി കൊല്ലാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും 9 ദിവസം ആയിട്ടില്ല. ലേഡി ഓഫീസർ ഇപ്പോഴും ജീവനോടെ തന്നെ ആ ഒരു സെന്ററിലുണ്ടാവും. ഞാൻ എന്തായാലും അവരെ രക്ഷിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഹീറോയെ തള്ളിക്കളഞ്ഞ് കാറും എടുത്ത് നേരെ ആ ഒരു സെന്ററിലേക്ക് പോവാണ്. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നത് ഹീറോയിനെ കൊല്ലാൻ വേണ്ടി ഒരാൾ അയച്ചല്ലോ, അവൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ ഹീറോയുടെ അടുത്തേക്ക് വരാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, എടാ മരത്തലയും മൊട്ടെ, നിങ്ങളോടല്ലേ ആദ്യം തന്നെ ഞാൻ ഡീൽ ചെയ്തത് എന്റെ ഭാര്യയെ കൊല്ലരുതെന്ന്, പിന്നെന്തിനാണ് അവളെ കൊല്ലാൻ വേണ്ടി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിലും ഇപ്പോൾ ഹീറോയെ തള്ളിക്കളഞ്ഞ് ഹീറോയിന്റെ പുറകെ പോകാനായിട്ട് തന്നെ ശ്രമിക്കുമ്പോൾ ഹീറോയ്ക്ക് അത്രയും ദേഷ്യം വന്നിട്ട് അവൻ ഇടിച്ച് താഴേക്കിട്ട് അവന്റെ മൊട്ട തലയിൽ ഒരു കല്ലുകൊണ്ട് ഓരോ ഇടി ഇടിക്കുമ്പോഴും പറയുന്നുണ്ട്, എന്റെ ഭാര്യയെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്നെയൊക്കെ ഞാൻ കൊല്ലുമെന്ന്. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞു തന്നെ ആ ഒരു മൊട്ടയുടെ തല ഇടിച്ചങ്ങ് പൊട്ടിച്ചിട്ട് അവനെ കൊന്ന് ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ബോട്ട് എടുത്ത് ആ ഒരു സെന്റർ ഉണ്ടല്ലോ അവിടേക്ക് പോവാണ്. അപ്പൊ ഇത് കണ്ട ആ ഒരു ചീഫ് ഡോക്ടർ ഹീറോയുടെ അച്ഛനെയും കൂട്ടി നേരെ ആ ഒരു സെന്ററിലേക്ക് വരുന്നു. അതുമെല്ലാം പുറകെ തന്നെ നമ്മുടെ ഹീറോയും വരുന്നുണ്ട്. പക്ഷെ ആ ഒരു കില്ലറിനെ കൊന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. ഹീറോ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോലെ തന്നെയാണ് എന്റെ ഭാര്യയെ ഞാനും കൊല്ലാനാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഡോക്ടറിനോട് കള്ളം പറഞ്ഞ് ഇപ്പോൾ ഹീറോയിൻ ഈ ഒരു സെന്ററിൽ എവിടേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം CCTV ക്യാമറ വഴി ഇവർ മനസ്സിലാക്കും. അതേസമയം ഹീറോയിൻ ആണെങ്കിലോ നമ്മുടെ ലേഡി ഓഫീസറിനെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു റൂം കണ്ടുപിടിച്ചിട്ട് അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇവരാണെങ്കിൽ പല റൂമുകളിലായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ എവിടെയും ഹീറോയിനെ കാണുന്നില്ല. എന്നിട്ട് ഹീറോ ഇപ്പോൾ ഡോക്ടറിനോട് പറയും, ശരി നിങ്ങൾ മുകളിലേക്ക് പോയി നോക്ക്, അവൾ വന്നു കഴിഞ്ഞാൽ അവളെ ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞ് ഡോക്ടറിന്റെ മുകളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഹീറോ ഇപ്പോൾ ആ ഒരു റൂമിൽ നിന്നിട്ട് പറയും, മോളെ നീ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം, വെളിയിലേക്ക് വരാൻ പറയുന്നതും ഹീറോയും വെളിയിലേക്ക് വന്നിട്ട്, അല്ല ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ, ഏയ് നീ ഉപയോഗിക്കുന്ന സ്പ്രേയുടെ സ്മെല്ല് അത് എനിക്കല്ലേ അറിയത്തുള്ളൂ, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്ന് പറഞ്ഞ്, ഓക്കെ ഇപ്പൊ എന്തായാലും ഈ ഒരു ലേഡിയെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം, അതല്ലേ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ലേഡി ഓഫീസറിനെ അവിടെ നിന്ന് കെട്ടഴിച്ച് ലേഡി ഓഫീസറിനെ വെളിയിലേക്ക് കൊണ്ടുവരാണ്. അപ്പോഴേ ഹീറോയും പറയും, പക്ഷേ ഇവരുടെ കുഞ്ഞിപ്പടി ഈ ഒരു സെന്ററിലല്ലേ, ആ ഒരു കുഞ്ഞിനെ ഞാൻ എടുത്തുകൊണ്ട് വരാം, നിങ്ങൾ രണ്ടുപേരും നേരെ ബോട്ടിനടുത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ഹീറോയിൻ ആ കുഞ്ഞുങ്ങളുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നു. അതുമല്ല ഇവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഒരു ഫയർ അലാം അത് ഓൺ ചെയ്തിട്ട് ഈ ഒരു സെന്ററിൽ ആകെ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും വെളിയിലേക്ക് പേടിച്ചിറങ്ങുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ കുഞ്ഞിനെ എടുത്ത് ഹീറോയിൻ വെളിയിലേക്ക് പോവാണ്. അങ്ങനെ കുഞ്ഞിനെ എടുത്ത് നമ്മുടെ ഹീറോ, ലേഡി ഓഫീസർ, ഹീറോയിൻ ഇവർ മൂന്നുപേരും വെളിയിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ നമ്മുടെ ഡോക്ടർ വന്ന് ഇവരെ അങ്ങ് തടയും. അപ്പോൾ ഹീറോ ആണെങ്കിൽ ഡോക്ടറിനോടൊപ്പം ഫൈറ്റ് ചെയ്യാണ്. ആ ഒരു സമയം കൊണ്ട് ഹീറോയിൻ ലേഡി ഓഫീസറിനെ കൊണ്ട് ബോട്ട് കയറാനായിട്ട് ആ ഒരു ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ഏത് കത്തി കൊണ്ടാണോ ആ ഒരു ചടങ്ങ് ഇവർ ചെയ്യുന്നത്, ആ കത്തിയും കൊണ്ട് ആ മരപ്പാഴ് അങ്കിളുണ്ടല്ലോ അയാൾ ഇവിടേക്ക് വരുന്നു. ഓ ഇതുപോലെയുള്ള മരപ്പാഴുകളുടെ കാര്യം, കുറെ ആചാര അനുഷ്ഠാനങ്ങളും അമ്മമാരുടെ കുറെ വിശ്വാസവും ഇതെല്ലാം കൊണ്ട് മറ്റുള്ളവരെ കൊല്ലാൻ വരുന്ന എന്തിനാണ് എന്ന് മാത്രം എനിക്കറിയത്തില്ല. എന്നിട്ട് ഹീറോയിന്റെ മുന്നിലേക്ക് വന്നിട്ടാണ് പറയുന്നത്, നിന്നെ പോലെ ധൈര്യമായിട്ടുള്ള ഒരു സ്ത്രീയാണ് ട്രോ ഇനത്തിൽ ചേർന്ന ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെ പ്രസവിക്കാനായിട്ട് ആവശ്യമുള്ളത്. അതുകൊണ്ട് നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കത്തി പിടിച്ചോ. അവരാണെങ്കിൽ ആൾറെഡി കുഞ്ഞിനെ പ്രസവിച്ചു, കുഞ്ഞിന് പാലും കൊടുത്തു, അതുകൊണ്ട് അവരുടെ ഹൃദയം കട്ട് ചെയ്തെടുത്ത് ആ ഒരു ചടങ്ങ് അങ്ങ് പൂർത്തിയാക്ക്. അത് കഴിഞ്ഞ് നീ ഈ ഒരു കുഞ്ഞ്, നിന്റെ ഭർത്താവ്, നിങ്ങൾക്ക് 3 പേർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും. അപ്പൊ ഇതെല്ലാം കേട്ട് പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല നമ്മുടെ ഹീറോയിന്റെ. കാരണം ആ ഒരു കുട്ടിയെ വളർത്താനായിട്ടായിരിക്കാം. അങ്ങനെ കത്തിയും വാങ്ങി നമ്മുടെ ലേഡി ഓഫീസറിന്റെ മുകളിലേക്ക് കയറിയെന്ന് അവളുടെ നെഞ്ചിലേക്ക് കുത്താനായിട്ട് ഇങ്ങനെ കൈവെക്കുന്നു. പക്ഷെ കുത്തുന്നത് ഒരിക്കലും നമ്മുടെ ലേഡി ഓഫീസറിനെ അല്ല, പകരം മരത്തലയൻ അങ്കിളിനെ കത്തിയെടുത്തൊരു കുത്തും കുത്തിയിട്ട്. അപ്പോൾ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പ്രസവിക്കുന്ന വെറും ഒരു മെഷീനാണോ? അത് കഴിഞ്ഞ് അവരെ കൊല്ലുകയും കൂടി ചെയ്യുന്നു. ഇപ്പൊ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അങ്കിളിനോട് ഫൈറ്റ് ചെയ്ത അവസാനം ഹീറോയിൻ ആ ഒരു കത്തി കൊണ്ട് അങ്കിളിനെ തല്ല കൊല്ലുന്നു.
അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ഹീറോ അവിടേക്ക് വന്നിട്ട് ഹീറോയിനെ കെട്ടിപ്പിടിച്ച് അവളെയും സമാധാനിപ്പിച്ച് ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഈ ഒരു ഇൻസ്പെക്ടറിനായാലും എല്ലാ സത്യങ്ങളും മനസ്സിലായി. ഹീറോയും പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വീടിന് പുറകിൽ നിന്നാണല്ലോ ആ ഒരു വക്കീലിന്റെ ഭാര്യയുടെ ശരീരം കിട്ടിയത്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ശരീരം ഇവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഇവർ ആ ഒരു സ്ഥലം മുഴുവനായിട്ട് ഇങ്ങനെ കുഴിയെടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ ഒന്നും രണ്ട് ശരീരമൊന്നുമല്ല, ഒരുപാട് ശരീരം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുമല്ല ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഹീറോയിന് ഇവിടെ നിന്നൊരു മോതിരം കിട്ടിയിരുന്നല്ലോ. ആ ഒരു പെണ്ണും കൊല ചെയ്യപ്പെട്ടിരിക്കാം എന്ന് നമ്മുടെ ഹീറോയിൻ സംശയിച്ചത് ശരി തന്നെയാണ്. ആ ഒരു പെണ്ണിന്റെ ശരീരവും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ വർഷങ്ങളായിട്ട് ഒരു ചടങ്ങിന് വേണ്ടി ഇവിടെ നടക്കുന്ന ഈ ഒരു കൊലപാതകങ്ങളെല്ലാം ഹീറോയിൻ കാരണം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണെന്നറിയാം, പക്ഷേ ഇത്രയും ലെങ്തി അല്ലാതെ നമുക്കിത് പറഞ്ഞു തീർക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. കാരണം ഒരുപാട് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.